ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. മന്ത്രം ധനി സനി ധനി ദപമാധ ഭവമായ ഹര ശുഭഗീതം ധനി സനി ധനി ദപമാഗ ശതകോടി രവി സമരൂപം ധനി സനി ധനി ദപമാധ അകതാരി അനിതരമോദം ധനി സനി ധനി ദപമാഗ തവ ഭാവം മിഴികളിൽ തവ നാദം മൊഴികളിൽ ശ്രുതിസാരം പ്രണവമമൃതം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ പാഹി മാം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ പാഹി മാം മെഴുതിരി തന്നാളം ഇരുളിനെ അകറ്റി വചനങ്ങളാത്മാവിൻ മിഴികളെ ഉണർത്തി കനിവിനു തിരുമുന്നിൽ കീഴുന്ന നേരം നിൻ അലിവിൻ കുളിർ തെന്നൽ തഴുകുന്നു നാഥ സുബഹിൻ കിളിനാദം അഹദോനെ വാഴ്ത്തി സൂറത്തൊരിശലായി മരുക്കാറ്റുമൂളി കമറൊളിയും നീയെ
ബഹറഴകും നീയെ ഏകാശ്രയമാകും എൻ സുബ്ഹാനേ. ശിവനാമ ജപലയ മന്ത്രം ധനി സരി ധനി ദപമാധ ഭവമായ ഹര ശുഭഗീതം ധനി സരി ധനി ദപമാഗ. തവ ഭാവം മിഴികളിൽ തവ നാദം മൊഴികളിൽ ശ്രുതിസാരം പ്രണവമമൃതം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ പാഹി മാം. നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ പാഹി മാം. പയ്യന്നൂർക്കാര് വന്നില്ലാച്ചാലും വേളി നടക്കാണ്ടിരിക്കുവോ? ഇല്ല. മുത്തശ്ശൻ എന്നെ കാട്ടിയ മനുഷ്യപ്പറ്റൊന്നും ചില്ലറയല്ല. വലിപ്പച്ചെറുപ്പം നോക്കാതെ എല്ലാരോടും അങ്ങനെ തന്നെയാ. പക്ഷേങ്കില് കാർത്തികേയൻ കഴിഞ്ഞതൊക്കെ അങ്ങട് മറന്നു. ഇതൊന്നും ദേവി പൊറുക്കില്ല. താന്ത്രിക വിദ്യകളൊക്കെ നിശേഷം അങ്ങോട്ട് പഠിപ്പിച്ചു. 5 വർഷം കാവില് കീഴ്ശാന്തിയാക്കി. ദാരിദ്ര്യം കണ്ട് പെമ്മക്കളുടെ വേളി കൂടി നടത്തി കൊടുത്തു. പോരെ? ആ ഒക്കെ മുത്തശ്ശന്റെ പിടിപ്പ് കേടെന്നേ ഞാൻ പറയൂ. ആളെ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് കേട്ടിരിക്കുന്നു. എന്നുവെച്ചാ മനസ്സിലായില്ല. മുത്തശ്ശന്റെ കാര്യ എന്തോ ഒരു സിദ്ധി കൂടി ഉണ്ടായിരുന്നില്ലേ? ഓ ഉവ്വ് ഒരു വിഷഗ്വരം കൂടിയായിരുന്നു. ഇങ്ങോട്ടൊക്കെയുള്ള വസൂരി പോലുള്ള മാറാരോഗം വരെ മാറ്റിയ ചരിത്രമുണ്ടേ. ഞാനൊന്ന് ചോദിക്കട്ടെ? ആ ശരി ശരി ശരി. പാലക്കാട്ടുന്നേ മഹാദേവന് ശാരദയാ. ട്രെയിൻ ലേറ്റായി, അവര് ക്ഷേത്രത്തിലേക്ക് വന്നാ മതിയോന്ന്. എന്താ പറയാ, വേളി കൂടാൻ ഇനിയില്ലാത്ത ഒന്നൊരു കാര്യമുണ്ടോ? ഇവിടെ ഒരു വിരോധമില്ലേ? ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ ശാരദ. മുഹൂർത്തത്തിന് മുമ്പ് ഇങ്ങ് എത്തില്ലേ? ആ ശരി 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 ആയിക്കോട്ടെ. ഇല്ലാത്തൊരു ചടങ്ങ് വന്നാൽ ഇങ്ങനെയാ. എല്ലാത്തിനും ഞാൻ തന്നെ മറുപടി പറയണം. ആ ആൺമക്കളുടെ കുറവ് ഇപ്പോഴാ മനസ്സിലാവണത്. എല്ലാറ്റിനും ഞാനൊരു കണിച്ചക്കാരനാണെന്നുള്ള ഭാവമുണ്ടേ. കൃഷ്ണന് തുളസിമാല, ശിവന് കൂവളത്തുമാല, ഭഗവതിക്ക് ചെമ്പരത്തിമാല. ഇങ്ങനെ പലതരത്തിലുള്ള വഴിപാടുകൾ അവിടെ ഉണ്ട്. ഹനുമാന് ഏത് തരത്തിലുള്ള മാലയാവാം. പോയിക്കോളൂ, കുട്ടികളോട് പോയി കളിച്ചോളൂ. അങ്ങോട്ട് പോയിക്കോളൂ. എല്ലാരും പോണമെന്നില്ല, കൈ നോക്കി പോലാം. ആ വണ്ടി എത്തിന്നാ തോന്നണേ. എങ്കിൽ പിന്നെ പുറപ്പെടാൻ ഒരുങ്ങ. നീഷ, ഓ ക്ഷേത്രത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചോളാം. ശരി, വാടാ. എന്താ ഈ കുട്ടികളെ കാണിക്കണേ? പറഞ്ഞാ കേക്കില്ലേച്ചാ? ശല്യം ഉണ്ടാക്കണോ? പുറത്തു പോയി കളിക്കുക. കേശു, ഓ ശ്രീധരനുണ്ണി മേടിച്ചു തന്ന നേരിട്ടല്ല കേട്ടോ, നീ മേടിച്ചു തന്നത് തന്നെ കൊടുത്തിരിക്കണേ. ആരും വാങ്ങിയാൽ എന്താ ഒപ്പോളെ? നല്ലതൊന്നും കൊടുക്കുക. 2 ഇഡ്ഡലിയെങ്കിലും കഴിക്കാനില്ലേ? വേളി കഴിയുമ്പോ കൊറേ നേരാവും. നല്ല മയമുള്ള ഇഡ്ഡലിയാ. ഓപ്പോളെ ഒരു നേരം കഴിച്ചില്ല വെച്ചാ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോണില്ല. ആവശ്യത്തിന് കഴിച്ചല്ലോ, നടക്കുക. അതെ, വടക്കേടത്തെ ഭാസ്കര മാഷം ഭാര്യയും വന്നിരിക്കുന്നു. 2 ആളും തിരക്കണു. അറിയാ ആ ശരി ശരി ശരി.
ഇത് വേണ്ട മോളെ. വേണ്ട അമ്മേ, മതി. ഇതും കൂടെ ഇട്ടോ. എന്നാ ഇട്ടോ. എന്തായത് മഹാലക്ഷ്മി അവതരിച്ച പോലെ ഉണ്ടല്ലോ. എന്റെ കുട്ടിക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവും. ശ്രീലക്ഷ്മി, ഐ എന്റെ ഒരുക്കങ്ങളൊക്കെ ഇനിയും തീർന്നില്ലേ മോളെ? ദേ വണ്ടി കാത്തു കിടക്കണോ? മുഹൂർത്തത്തിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ക്ഷേത്രത്തിലെത്തണം. നിങ്ങൾ രണ്ടാളോടും കൂടിയാ പറയണത്. എന്നാ നമുക്ക് പോവാം. അതാണ് പൂവള്ളിയൂർ കാളിദാസ തിരുവൽപ്പാട്. മഹാപണ്ഡിതനാ. ആളെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ്. പെരുമാറ്റുകാവിലെ ദേവപ്രശസ്തിന് ഇദ്ദേഹത്തെയാ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ സമയക്കുറവ് പോലും കിട്ടിയില്ല അത്രേ. വരാ നിങ്ങള് വരുന്നു തീരെ പ്രതീക്ഷിച്ചില്ല. ക്ഷേത്രത്തിൽ വരാനും വേളി കൂടാനും ഒന്നും സമയമില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇല്ലത്ത് വന്ന് നിങ്ങളെ കണ്ട് അനുഗ്രഹിച്ച് യാത്രയാക്കാന്ന് വിചാരിച്ചു. സമയമായിട്ടുണ്ടാവൂല്ലേ? ഇനി ഞാൻ വന്നതുകൊണ്ട് സമയം കളയണ്ട, ഇറങ്ങിക്കോളൂ. ആയിക്കോട്ടെ. ഭദ്രൻ എവിടെ? ചേട്ടൻ വെളിയിലുണ്ട്, ഞാൻ വിളിക്കാം. ശരി. അമ്പലത്തിലേക്ക് പോകാൻ സമയമായി. 10:30 മുഹൂർത്തം. ഞങ്ങളിപ്പോ ഇറങ്ങും. ചേട്ടാ, തിരുവൽപ്പാട് വന്നിട്ടുണ്ട്. ചേട്ടനെ അന്വേഷിക്കുന്നു. ശരി ശരി. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കാം. തിരുവൽപ്പാട് ക്ഷേത്രത്തിൽ വരുമെന്നല്ലേ പറഞ്ഞത്? മുഹൂർത്തം 10:30 ആ, അതെ, 10:30 ഇറങ്ങാറായിരിക്കണു. എത്തിയോ? എന്നിട്ട് കുട്ടി എവിടെ? സുഭദ്രേ, ഓ കുട്ടി എങ്ങോട്ടേ വിളിക്കുക? അച്ഛൻ്റെ കൂടെ ഉണ്ടാവണേ. ഇറങ്ങാറായി. മോളെ, തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് ആ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കൊള്ളുക. കാലി തൊട്ട് വണങ്ങ. നന്നായി വരും. ഹലോ. അതെ, എന്നോട് ആർക്കും അനിഷ്ടമൊന്നും തോന്നരുത്. എന്നെയും കാത്തൊരു 100-100 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. 6 മാസം മുമ്പേ അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. തക്കുറി എഴുതുമ്പോഴോ ഇതേക്കുറിച്ച് അങ്ങോട്ട് ഓർത്തില്ല. എന്തായാലും എന്റെ സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് വിചാരിക്കുക. സന്തോഷായി. ഇവിടെ ഒന്ന് കുട്ടിയെ അനുഗ്രഹിച്ചല്ലോ, അത് എന്നെ ധാരാളമായി. ഹലോ, അതെ, ഉണ്ണികൃഷ്ണനാണ്. എവിടെ വെച്ച്? എന്നിട്ട് ഏത് ഹോസ്പിറ്റലില്? ഇല്ല. ഭദ്രേട്ടാ, എല്ലാം കുഴഞ്ഞു. ഈ കല്യാണം നടക്കില്ല. എന്താടാ ഈ പറയുന്നത് ഇത്ര നിസ്സാരമായിട്ട്? ആളുകളൊക്കെ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ലക്ഷ്മി വണ്ടി കയറാൻ പോകുന്നു. ഒരു കാര്യമില്ല. ഞാനിതെങ്ങനെ പറയും? എന്താ ഉണ്ടായത്? ഉടനെ അമ്മാമനെ അറിയിക്കണം. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇറങ്ങാം. നേരം കളയണ്ട. വരിക. കാറിനൊരു മാല കെട്ടി ചേർത്താലും. ഓ, മോളെ, വലത് കാല് വെച്ച് ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറിക്കോളൂ. അമ്മാമേ, മോളെ നിക്ക്. ആരും വണ്ടി കയറണ്ട, ഈ വേളി നടക്കില്ല. കുട്ടി അകത്തേക്ക് പോയിക്കോളാ. അകത്തേക്ക് പോവാനല്ലേ പറഞ്ഞത്? കേശുവേ, എന്തായി പറയണേ? ലക്ഷ്മി മോളെ പുടവ ഉടുപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ച് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുമ്പോ ഇങ്ങനെ പറയാന്ന് വെച്ചാ എന്താ എന്റെ കുട്ടി ചെയ്ത പാപം? എനിക്കറിയണം. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഒക്കെ പറയാം. വരുന്ന വഴി വരന്റെ വണ്ടി അപകടത്തിൽപ്പെട്ടു. എല്ലാവർക്കും സാരമായ പരിക്കുണ്ട്. എന്റെ പൊന്നു ഭഗവതി, എന്തായി കേക്കണേ? ഹലോ. ഹലോ. വേണ്ട,
ആരാ സംസാരിച്ചത്? ഇനി ഒന്നും മറക്കണ്ട. വരന്റെ അമ്മ മരിച്ചു വന്നു. വരൻ ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാ. പ്രതീക്ഷയ്ക്ക് വകയില്ലാന്ന്. എന്താ സുന്ദരേ? എന്താ ഉണ്ടായേ? മോളെ മോളെ ലക്ഷ്മി കഥകൾ തുറക്ക. ലക്ഷ്മി മോളെ 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 തുറക്ക. എന്താ ലക്ഷ്മി പറഞ്ഞത്? തുറക്ക് മോളെ. ലക്ഷ്മി മോളെ എന്താ മോളെ? ലക്ഷ്മിയല്ലേ നിലവിളിച്ച്? ഞാനും കേട്ടു. എന്താണാവോ? എന്താ എന്താ ഉണ്ടായേ? എന്റെ ഭഗവതി, എന്താ എന്തിനാ മോളെ നിലവിളിക്കേ? എന്ത് സ്വപ്ന മോള് കണ്ടേ? പേടിയുണ്ടെങ്കിൽ പറയണമെന്നില്ല. ലക്ഷ്മി കേശുവാ വിളിക്കുന്ന തോന്നുന്നു. ഞാൻ പോയി തുറന്നിട്ട് വരാം. ഓപ്പോളെ ഓപ്പോളെ കഥകൾ തുറക്ക. ഓപ്പോളെ എന്താ ഓപ്പോളെ? ഒന്നുമില്ല, കുട്ടി ഒരു ദുസ്വപ്നം കണ്ടതാ. എന്താ ലക്ഷ്മി? ഞാൻ നിരീക്ഷ തന്നെ, കാണാണ്ടിരിക്കില്ല. പേരിനെന്തെങ്കിലും കാട്ടിയിട്ട് കാര്യമുണ്ടോ? ആർക്ക് വേണ്ടി? ഇതൊക്കെ കൊണ്ട് മനസ്സിലായിക്കൊള്ളുക. കിടക്കാൻ നേരത്തെങ്കിലും ഒന്ന് നാമം ജപിക്കണമെന്ന്. നാഴേക്ക് 40 വട്ടം ഓപ്പോളും ഉണ്ടല്ലോ കൂടെ. എൻ്റെ നാവ് പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒക്കെ പറഞ്ഞു കൊടുക്കണുണ്ട് കേശു. അവൾ ആരെ അനുസരിക്കാതിരുന്നിട്ടില്ല. തൊടാണ്ടായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ കയറിയില്ലന്നേ ഉള്ളൂ. ഇപ്പൊ പേടിയൊക്കെ മാറിയല്ലോ. നാളെ ഭഗവതിയെ കണ്ട് തൊഴുക. നാത്തും കിടന്നോളൂ. വിഷമിക്കണ്ട, നാമം ജപിച്ച് കിടന്നോളൂ. നാളെ കുട്ടിയോട് വരുന്ന ദിവസം അവരിതൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും വിചാരിക്കുക? ലക്ഷ്മിക്ക് ചൊവ്വാദോഷം എന്നല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് തോന്നിയാൽ ഇല്ലത്തുള്ളവർക്ക് പാരമ്പര്യമായിട്ട് വിഭ്രാന്തി ഉണ്ടെന്നല്ലേ വിചാരിക്കൂ? അരുതാത്തതൊന്നും ചിന്തിക്കണ്ട. ലതയും ലതികയും അവരുടെ ചേച്ചിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല. എനിക്കറിയാം കുഞ്ഞിന് നല്ല വിഷമമുണ്ടെന്ന്. നമ്മുടെ ഭഗവതിയെ തന്നെ ശരണം പ്രാപിച്ചോളൂ. ഒക്കെ നന്നായി വരും. അങ്ങനെ ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ പ്രതിപൂജകൾ തന്നെ ചെയ്യണം. അങ്ങനെയായാൽ എല്ലാവർക്കും നല്ലത് തന്നെയെന്ന് ചിന്തിക്കുക. പുലർച്ചെ എഴുന്നേൽക്കേണ്ടതാ. അല്ല വിശ്വനാഥ, ഈ കുട്ടി ഇല്ലതല്ലേ? അതെ, മൂത്തയാളാ. നമ്പൂതിരിക്ക് 3 മക്കളാ, 3 പെൺകുട്ടികള്. അതറിയാം. ഈ കുട്ടിക്കല്ലേ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്? എന്തു പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ചൊവ്വാദോഷം. കല്യാണം നടക്കണമെങ്കിൽ ചേരുന്ന ജാതകക്കാരനെ കിട്ടണം, അത്രേ ഉള്ളൂ. താമസം ഉണ്ടായപ്പം ഇളയതങ്ങളുടെ കല്യാണം നടത്തി. പക്ഷേ ഞാൻ അങ്ങനല്ലല്ലോ അറിഞ്ഞത്. ഈ കുട്ടിക്ക് എന്തോ സുഖമില്ലായ്മ ഉണ്ടെന്നാ. അതെ, പിത്തക്കാരന്റെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം പിത്ത. നമ്മുടെ നാടിന്റെ വിശേഷ. കാര്യം അറിയാതെ മുയലിന് കൊമ്പെന്ന് പറയുന്നവരാ. ക്ഷേത്രമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി 2 തുളസിമാല കൂടി. എട്ട് ദിവസമായി ഞാൻ അവധിയെടുത്തു. ഇന്ന് ശ്രീലക്ഷ്മി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ശ്രീലക്ഷ്മി പുറത്തായ ഞാനും പുറത്താ. അതല്ല, ഈ തുളസിമാല ഞാൻ നേരത്തെ കെട്ടിവെച്ചിരിക്കുക. അച്ഛൻ തിരുമേനി
തിരുമുൽപ്പാടിനെ കാണാൻ പോയ വിവരം ഞാൻ അറിഞ്ഞു. ഈ ജ്യോത്സ്യന്മാരിലൊന്നും എനിക്കത്ര വിശ്വാസമില്ല. മനപ്പുറത്തായിട്ടുള്ള ഈ സ്നേഹം കാശ് കൊടുത്താൽ കിട്ടുമോ? മാല തരൂ. തരാന്നേ. എന്താ എത്ര ധൃതി? നിവേദ്യ പൂജയ്ക്ക് സമയമായി. മാല തരിക. ഇടയായി എന്നെ അത്ര ഗൗനിക്കണില്ല. ദേവി, അടിയൻ ഈ മാല കെട്ടി ഒടുവിലൊരു കെട്ടില്ലാണ്ടാവോ? കണ്ടുകൊണ്ടിരിക്കണ എന്നെ നീ കണ്ടില്ലാന്ന് അടിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. പരീക്ഷണം ഇത്തിരി കൂടുണ്ട് കേട്ടോ. ഭഗവതി ആണെന്നും നോക്കൂല. ക്ഷമിക്കൊരു പരിധിയുണ്ട്. ഇതെന്നായിട്ട് എങ്ങനെ? ഞാൻ തുളസിമാലയല്ലേ പറഞ്ഞു, പിന്നെ തന്നെയല്ലേ പോകും. കേട്ടിട്ടില്ലേ? തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി. എല്ലാ പൂക്കളും ആവുമ്പോ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും. സത്യം. ഉദ്ദിഷ്ടകാര്യ സാധ്യം എന്നാ പറയാ. നന്നായി വരും. ശരി. ക്ഷേത്രവും ഇല്ലവും വകഭേദമായി ചിന്തിച്ചതിൽ രണ്ട് കാര്യങ്ങളാ വെളിവാകുന്നത്. ഒന്ന്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അപമൃത്യു സംഭവിച്ച ഒരു സ്ത്രീയുടെ ആത്മാവ് ശക്തമായി പിടികൂടിയിരിക്കുന്നു. അങ്ങനൊരു ചരിത്രം തൃക്കാവൂരിന്റെ ഓർമ്മയിലെങ്ങാനും പെടുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞു കേട്ടിരിക്കണു. അഗ്നിയിൽ ചാടി ആത്മാഹത്യ ചെയ്തു എന്നാ കേട്ടിരിക്കണേ. അതിപ്പോഴൊന്നുമല്ല, 3-4 തലമുറകൾക്കപ്പുറം. മതിയില്ലോ. പിന്നെ കേശു, അടുത്ത തളിക്കാരി ജാനുവിന്റെ മോള് സന്നിവാദം വന്ന് കുളത്തിൽ കിടന്നല്ലേ മരിച്ചത്? വിഡ്ഢിത്തം വെറുമാണ്ടിരിക്കുക. ജാനകി ഇല്ലത്തേക്ക് സംബന്ധം ചെയ്തു കൊടുത്തതാ. തിരുമുൽപ്പാട് പറയാ. അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ ഈ ബാധ കുട്ടിയെ സ്പർശിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. കാളസർപ്പയോഗത്തിൽ പിറവികൂടായപ്പോ ദോഷം ഒഴിയാന്ന് പറഞ്ഞാൽ കഠിനമാണ്. പ്രതിവിധികൾ ഒഴിച്ചുകൂടാ എന്ന് തന്നെ സാരം. പ്രേതബാധ ഒഴിയണമെങ്കിൽ ദുർമന്ത്രവാദം കൂടി വേണം. എന്തായാലും നമ്മുടെ ബ്രാഹ്മണ സംസ്കാരത്തിന് കളങ്കം വരാത്ത യോജിച്ച പ്രതിവിധികൾ കണ്ടെത്താം. എന്താ? തുലാൻ രാശിയാ തെളിയുന്നത്. ക്ഷേത്രനിഷ്ഠകളിൽ ഭഗവതി അതൃപ്തിയാണെന്ന് കാണിക്കണു. പൂജാവിധികളിൽ എന്തെങ്കിലും പിഴവ്? ഏയ്, അതൊന്നും കൊണ്ടല്ല. തെളിഞ്ഞ് കാണുകല്ലേ. ആദ്യലയ വിന്യാസങ്ങളിൽ ഭഗവതി ആകൃഷ്ടയായിരുന്നല്ലോ. അവിടെ തന്നെയാണ് ഭഗവതി ഇപ്പൊ വിഘ്നഭാവം കാട്ടണേ. ശരിയാണ്ട്. ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് സോപാനം പാടിയതിന് കൃഷ്ണപൊതുവാളുണ്ടായിരുന്നു. അയാൾക്കിപ്പോ സുഖമില്ലാതെ കിടപ്പാ. പകരക്കാരനായിട്ട് ഒരാളെ കിട്ടിയതുമില്ല. സോപാനം മുടങ്ങി. അത് തന്നെ കാരണം. ഉപാധികൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഭഗവതി പ്രസാദിക്കണമെങ്കിൽ ഒക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല. ചേർച്ചയുള്ളൊരു ജാതകം കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കുട്ടി തിങ്കളാഴ്ച വ്രതം തുടങ്ങിക്കോട്ടെ. ചൊവ്വാഴ്ച തോറും ഭഗവതിക്ക് എള്ളു നിവേദ്യം കഴിച്ചോളൂ. ഒക്കെ മാറിക്കോളും. ധൈര്യമായിട്ടിരിക്കുക എല്ലാരും. അപ്പോ പോയിട്ട് ലേശം തിരക്കണ്ടേ, എടുത്തു വെക്ക. കാപ്പി എടുത്തോളൂ. അയ്യോ വേണ്ട വേണ്ട. ഒക്കെ ശരിയാക്കിയിരിക്കുന്നു. ഒട്ടും താമസമില്ല. ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല തിരുമേനി.
എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തൃപ്രയാർ ഒരു ദേവപ്രശസ്തി പങ്കുചേരാനുള്ളതാ. ഇനി ഒട്ടും വൈകിക്കാൻ പറ്റില്ല. തിരക്കാൻ അങ്ങനെ ആയിക്കോട്ടെ. സോപാനം നിന്നുപോയതിൽ ഭഗവതിക്ക് തൃപ്തിയില്ലാത്രേ. എനിക്കും സംശയം ഉണ്ടായിരുന്നു. നാളെ തന്നെ കൃഷ്ണപൊതുവാളിൻ്റെ വീട്ടിലൊന്ന് പോകണം. മറ്റാരെങ്കിലും തരപ്പെടുത്തി തരാൻ അവരോട് തന്നെ പറയണം. അല്ല കേശു, കൃഷ്ണപൊതുവാളിന്റെ മകനെ വിടില്ലേ? അയാൾ എന്തോ പഠിക്കോ മറ്റോ ആണെന്നാ തോന്നുന്നു. മോളെ, തിരുമുട്ടോട് പറഞ്ഞത് കേട്ട് ആര് കൊള്ളുക? ചേർച്ചയുള്ളൊരു ജാതകക്കാരൻ വരണേന്ന് പ്രാർത്ഥിക്കുക. വഴിപാടൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. എന്നെപ്പോലെ എന്തായാലും എൻ്റെ കുട്ടിക്ക് വരില്ല. പൊരുത്തമുള്ളൊരു ജാതകക്കാരൻ വരാണ്ടായപ്പോ ഞാനും അങ്ങ് നിന്നുപോയി. വേളി വേണ്ടാന്ന് വെച്ചു. ഇളയതുങ്ങളും വാശി പിടിച്ചു. എന്തിനാ ഞാനൊരാള് മൂലം അവരുടെ ഭാവി തകർക്കണേ? മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഒടുവിൽ ഇളയതുങ്ങളോടെയൊക്കെ നടന്നു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ചെറുപ്പുളശ്ശേരിക്കാരൻ ഒരു വാദ്യാരുടെ ആലോചന വന്നു. പൊരുത്തമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് വാശി പിടിച്ചു. പിന്നെ മനസ്സങ്ങടും മടിച്ചു. ആ പരിഭവം മൂട്ടാങ്ങളയ്ക്ക് മരിക്കും വരെ ഉണ്ടായിരുന്നു. അന്തർജനങ്ങൾക്ക് ജാതകദോഷം ഉണ്ടായ എന്റെ അവസ്ഥ തന്നെയായിരിക്കും. അച്ഛമ്മക്ക് ഒരാളോട് ഇഷ്ടണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അമ്പടി ഭയങ്കരല്ലേ, എല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കായിരുന്നു അല്ലയോ? അപ്പൊ മാധവമ്മയ്ക്ക് സങ്കടായില്ലേ? ഇല്ലാണ്ട് പിന്നെ. അങ്ങനെ ഒരു അടുപ്പം മനസ്സുകൊണ്ടുണ്ടായിരുന്നു. കേശവന് കഥകളി പഠിപ്പിക്കാൻ വന്ന ആളാ. അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായി. ഒരിക്കൽ കാവിൽ കേശവന്റെ അരങ്ങേറ്റത്തിന് ശേഷം നളചരിതം ആട്ടക്കഥയുണ്ടായിരുന്നു. നളനായി മാഷായിരുന്നു വേഷമിട്ടത്. ദമയന്തിയായി വേഷമിട്ടത് വടക്ക് എവിടെയുള്ളൊരു പിശാരടിയാ. പിന്നീട് കണ്ടപ്പോ മാഷിനോട് ഞാൻ പറഞ്ഞു, നളൻ തകർത്തൂന്ന്. അപ്പൊ മാഷ് പറയാ, അരങ്ങിലെ ദമയന്തി കണ്ടിട്ടല്ല, മുൻനിരയിലിരുന്ന ദമയന്തി കണ്ടിട്ടാണ്. അപ്പൊ അച്ഛങ്ങൾ കോരിത്തരിച്ചില്ലേ? നളനായുള്ള മാഷിനെ ഒന്ന് കാണണമായിരുന്നു. പിന്നെ ഞങ്ങൾ മനസ്സുകൾ പങ്കുവച്ചു. പിന്നെന്താ വേലി കഴിക്കാഞ്ഞത്? ജാതകദോഷം. ഗ്രഹനിലയിൽ കാര്യമായ പൊരുത്തക്കേടുള്ളത് കൊണ്ട് ഇല്ലത്താരും സമ്മതിച്ചില്ല. അപ്പൊ മാധവിക്ക് സങ്കടായില്ലേ? ഇല്ലാണ്ട് പിന്നെ. ഒക്കെ പിന്നീട് അങ്ങോട്ട് മറന്നു കളഞ്ഞു. ഒടുവിൽ ചെറുപ്പുളശ്ശേരിക്കാരൻ വാദ്യാരി വന്നപ്പോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ഉറച്ചൊരു തീരുമാനം ഞാൻ എടുത്തു. വേലിയേ വേണ്ടാന്ന്. ഈ ജന്മം ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് വെച്ചു. എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. ലക്ഷ്മി ചേച്ചിയെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏട്ടന്മാര് 2 പേര് ശ്രമിക്കുന്നുണ്ട്. താമസിയാതെ ഒരാളെ കണ്ടെത്തും. ചേട്ടാ ഒരുമാതിരി ചായ, 3 കുറ്റി പുട്ട്, 4 പപ്പടം, 5 മുട്ട പുഴുങ്ങിയത് എന്റെ പറ്റിലേക്ക് ഇരിക്കും. അതിന് എഴുതാൻ ഇനി ബുക്കില്ല. എന്റെ ഒരു ബുക്ക് അകത്തുണ്ടായിരുന്നല്ലോ. അത് കാലം കുറെ ആയില്ലേ. എനിക്ക് എഴുതിയതിന്റെ മേലെ എഴുതുന്ന ശീലമില്ല. പിന്നെ ബുക്കിന്റെ ചെലവ്, മഷിയുടെ ചെലവ്. ആ ഗൾഫിൽ നിന്ന് എപ്പോ എല്ലാവരും ഒന്ന് വരുന്നുണ്ടോ അല്ലേ? നാരായണേട്ടാ, ഇതെല്ലാം യദുവിന്റെ ഒരു നമ്പർ അല്ലേ? എന്റെ സ്വപ്നം അമ്മ സാധിച്ചു തന്നു. പുതിയ വണ്ടി വാങ്ങിച്ചതിന്റെ ചെലവ് ചെയ്യണം. ഞങ്ങളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ മെച്ചമാണെന്ന് ഓർക്കണേ. ചുമ്മാതല്ല, എന്റെ അമ്മയുടെ കൈപ്പുണ്യം കൊണ്ടാ കുറെ പേര് ജീവിക്കുന്നത്. തരുന്ന പലഹാരങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ടല്ലേ ഏട്ടാ വിറ്റ് പോകുന്നത്. തട്ടാമുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? വണ്ടി വാങ്ങിച്ചതിന്റെ ചെലവ് ചെയ്യണം. ചെലവ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. കരള് വാട്ടാൻ ഞാൻ ആർക്കും ചെലവ് ചെയ്യുന്ന ശീലമില്ല. ഈ കീടമെല്ലാം വലിച്ചു കയറ്റിയ കുറെ ഗുണങ്ങളുണ്ട് ചേട്ടാ. ഭാര്യയെ തല്ലാം, കണ്ടവന്റെ മെക്കിട്ട് കയറാം, ഇരുമ്പൊഴിയണ്ട. ഇന്നെന്തായാലും അമ്മൂട്ടിയുടെ പിറന്നാളാ. മദ്യം അതൊഴിച്ച് എന്ത് വേണമെങ്കിലും ചേട്ടൻ പറ, ഞാൻ റെഡി. ഇന്ന് നീ നേരത്തെ വന്നപ്പോഴേ തോന്നി എന്തോ വിശേഷമുണ്ടെന്ന്. എന്തിനാടാ നീട്ടിക്കൊണ്ട് പോകുന്നത്? കെട്ടി വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കൂടെ? നാരായണേട്ടൻ അത് പറയാം.
കെട്ടിയോളെ പോറ്റാൻ ഒരു ജോലി അതില്ലാതെ എന്തിനാ ചേട്ടാ ആ പാപം ഞാൻ തലേ കയറ്റണത്? പഴയ കാലമല്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കാശ് വേണം. കളിയല്ല ചേട്ടാ, ധൃതിയുണ്ട്. പോട്ടെ. ചേച്ചി എന്തടാ? ഒരു മിനിറ്റ് നിൽക്കും, ഞാൻ ആ കുളത്തിലെ മീനെ ഒന്ന് കാണട്ടെ. ശ്രീകുട്ടാ, നിനക്കിത് പതിവുള്ളതാ. കഴിഞ്ഞ ദിവസം 2 മീൻ ചത്തു പൊങ്ങിയത്ര. അതെങ്ങനെ? സ്ഥിരായി കണ്ടാൽ അങ്ങനെയാ. കണ്ണ് വെക്കണതാന്നാ പറയണേ. അയ്യോ, ഞാൻ കണ്ണു വെച്ചിട്ടൊന്നുമില്ല. ഉറപ്പാ? പിന്നെ ക്ഷേത്രത്തിലെ മീനായാലും കണ്ണു വെക്കൂ? കണ്ടിട്ട് വേഗം വരണം. ഇല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞ് 2 എണ്ണം കൂടുതൽ വാങ്ങിത്തരും. ചേച്ചി ദേ ഇത്രയുണ്ട്. അയ്യോ, നീ കണ്ണ് വെച്ചു. ഇത്രേ ഉള്ളൂ. അത്രയുണ്ടോടാ? ഇത്രേ ഉള്ളൂ. മതി, വാ. സമയമില്ലാത്ത സമയത്ത് നീ എന്തായി കാണിക്കുന്നത്? കളിക്കല്ലേ, ഇത് പുതിയ വണ്ടിയാ. ഒന്ന് കണ്ണ് തെറ്റിയാ മതി. കൈ നിൽക്കുന്ന സാധനമാണോ ഇത്? ഓടിക്കാൻ അറിയാവുന്നവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ലേ അത് കേട്ടാ. ഓ, പുതിയ വണ്ടിയുടെ ഗമ. എന്നാ എന്നെ ഒന്ന് പുറകിലിരുത്തി നാട്ടുകാരെ കാണിക്കൊന്ന് ചുറ്റിക്കറങ്ങുന്നേ. തേനെ പൊന്നേന്ന് വിളിച്ച് കാര്യത്തോടെ എടുക്കുമ്പോ ഏതുവേട്ടൻ ഇത്രേ ഉള്ളൂ. 2 ദിവസമായുള്ളൂ എനിക്ക് വണ്ടി ഒന്ന് കിട്ടിയിട്ട്. നാട്ടുമ്പുറമായതുകൊണ്ട് ഹെൽമെറ്റ് പോലും വെക്കാതെയാ ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. അല്ലേലും ഈ 2 വീലറുകാരോട് പോലീസുകാർക്ക് ഭയങ്കര കലിപ്പാ. എങ്കിലും ഞാനൊന്ന് ഫ്രീ ആവട്ടെ. ഇന്ന് നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നേരത്തെ ഇറങ്ങിയത്. ഇനി 2 ഇടത്തും കൂടി കേറാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. എന്താ നിവേദ്യ ഇത്? ഞാൻ നന്നായി മുഷിഞ്ഞിരിക്കുകയായിരുന്നു. സാരമില്ല. ശരി എന്നാലും ഏതുവേട്ടൻ വണ്ടി കിട്ടുമ്പോ എനിക്ക് ഓടിക്കാൻ തരാന്നാ പറഞ്ഞത്. അതായിരിക്കും വിട്ടുപോയത്. വണ്ടി കിട്ടി പിന്നെ ഇച്ചിരി അഹങ്കാരം ഉണ്ടോന്നൊരു സംശയം. കാര്യം ഉറപ്പണ്ട. കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ആങ്ങളെ ഉണ്ടെന്നുള്ള വിചാരമുണ്ടോ? അങ്ങനെ ഒരു വിചാരം ഉള്ളോണ്ടാ വിട്ടുപോയത്. ഇപ്പൊ നീ ആ ബൈക്കിന്റെ പുറകിലിരുന്ന ആന പുറത്ത് മാക്രിയിരിക്കുന്ന പോലെ തോന്നും. കാറ്റ് തട്ടിയാ നിന്റെ കാര്യം പോക്ക. ഓടി ഉണ്ടാക്കണ്ടേ? നിക്കടെ. പുത്താലി ചാർത്തി നിൽക്കണ് മഞ്ഞക്കണി കൊന്ന അതിൻ തുഞ്ചത്തിരുന്നു കൊണ്ടു ഞാലാടുന്നു പഞ്ചവർണ്ണ തത്ത. തത്തേ, നിന്റെ ചിത്തത്തിലെ തങ്ക സ്വപ്നമെന്താണ്? നീ കാത്ത് കാത്ത് കാണാൻ കൊതിക്കണ മാരനാരാണ്? നിന്റെ മാരനാരാണ്? മഞ്ഞൾ തേച്ചു കുളിച്ച വാനിൽ വർണ്ണ ചിറകു വീശി നീ തേടുന്നതാരെയാണ്? പൊന്നിൻ പൂത്താലി
ചിറകുകൾ ചേർത്ത് പുൽകിയാശകൾ കൈമാറി. കുഞ്ഞിക്കൂട് കൂട്ടേണ്ടേ അതിൻ തുഞ്ചത്തിരുന്നു കൊണ്ടു ഞാലാടുന്നു പഞ്ചവർണ്ണ തത്ത. നീ കാത്ത് കാത്ത് കാണാൻ കൊതിക്കണ മാരനാരാണ്? പൊന്നിൻ പൂത്താലി ചാർത്തി നിൽക്കണ മഞ്ഞക്കണി കൊന്ന. അതിൻ തുഞ്ചത്തിരുന്നു കൊണ്ടു ഞാലാടുന്നു പഞ്ചവർണ്ണ തത്ത. തിരുമേനി വന്നാട്ടെ. എങ്ങനെയുണ്ട് ആളുടെ അസുഖം? ഓ, ഒന്ന് താങ്ങിയിരിക്കാൻ സാധിക്കും, അത്രയേ ഉള്ളൂ. ഓ, അതെന്നെ വലിയ ഭാഗ്യം. ഭഗവതി കാത്തു. നല്ല മാറ്റം ഉണ്ടാവും. ഇനി പരിഭ്രമിക്കാനൊന്നുമില്ല. തിരുമേനി ഇത്തിരി നേരത്തെ പുറപ്പെട്ടു എന്ന് തോന്നുന്നു. യാത്ര വല്ലതും ഉണ്ടോ? ഏയ്, ഇങ്ങോട്ടെന്നെ നിശ്ചയിച്ചറിഞ്ഞതാ. മക്കളുടെ വേളിക്ക് മോനെ പോലും ഒന്ന് വിടാൻ കഴിഞ്ഞില്ല. അറിയാം. കൃഷ്ണേട്ടൻ ആ സമയത്ത് ഇത്തിരി കൂടുതലായിരുന്നു. ഒക്കെ മനസ്സിലാവൂലോ അല്ലേ? പിന്നെന്താ. എങ്കിൽ അകത്തേക്കിരിക്കാം. വരൂ. ഇരുന്നാട്ടെ. കൃഷ്ണേട്ടാ, തിരുമേനി വന്നിരിക്കുന്നു. രാവിലെ ഇത്തിരി മയക്കം കൂടുതലാ. എന്നാ പിന്നെ വിളിക്കണ്ട. ഞാൻ മയങ്ങിയിട്ടില്ല. എങ്ങനെയുണ്ട്? മരുന്നിന്റെ സഹായത്താലും ദാ എവളുടെയും മകന്റെയും പരിചരണത്താലും ജീവൻ നഷ്ടപ്പെടാതെ കിടക്കണു. സുഖമില്ലെന്ന് വെച്ചാൽ പരസഹായം തന്നെയല്ലേ വേണ്ടു. അതിപ്പോ കടപ്പെട്ടവർ തന്നെ ചെയ്താലേ പുണ്യാവൂ. പിന്നെ ഞാനിപ്പോ വന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. കഴിഞ്ഞ ദിവസം തിരുമുൽപ്പാട് വന്ന് ദേവപ്രശ്നവും കുടുംബ പ്രശ്നവും എല്ലാം വെച്ചു. ഇത്തിരി ദോഷമുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ സോപാനം മുടങ്ങിയതാ. ഭഗവതിക്ക് അതൃപ്തിയുണ്ട് അത്ര. അത് നിശ്ചയമായും തുടർന്നേ പറ്റൂ. ആര് തുടരും? അടുത്ത ജന്മത്തിൽ ഭഗവതിയുടെ മുന്നിൽ തന്നെ വരണമെന്നാണ് ആശിക്കുന്നത്. എന്നെപ്പോലെ തന്നെ ഇടയ്ക്കും തളർന്നിരിക്കുക. ഇപ്പൊ സ്വരശുദ്ധി ഇല്ലാതെ ഒക്കെ പൊടി പിടിച്ച് ഉമ്മറത്തിരിപ്പുണ്ട്. കൃഷ്ണ പൊതുവാളിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. പെട്ടെന്ന് ആരെ കിട്ടാനാ? എല്ലാരും പഠിത്തക്കാരും ഉദ്യോഗസ്ഥരുമാ. പാരമ്പര്യമൊക്കെ പണ്ടുണ്ടായിരുന്നു. സിദ്ധികളൊക്കെ പകർന്നു നൽകിയാലും ഇക്കാലത്ത് ഫലമില്ലാതെ വരും. എന്റെ മകന്റെ കാര്യമാ പറഞ്ഞേ. നല്ല താള നിശ്ചയമുണ്ട്. ആവുന്നത്ര പഠിപ്പിച്ചിട്ടുമുണ്ട്. നന്നായി പാടുകയും ചെയ്യും. പക്ഷെ ഇതുകൊണ്ടൊന്നും ജീവിതമാവില്ലെന്നാ അവൻ പറയണേ. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാനായിട്ടുണ്ടാക്കിയതെല്ലാം മരുന്നും മന്ത്രമായിട്ട് മാറിയില്ലേ? ഒക്കെ ശരിയാവും. അല്ല, സോപാന സംഗീതത്തിന് തന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ? കടപ്പാട്ടൂര് അകന്ന ബന്ധത്തിലൊരാളുണ്ട്. ഞാനൊന്നും തിരക്കട്ടെ. അങ്ങനെയാച്ചാ വലിയ ഉപകാരാവും. ശ്രീലക്ഷ്മിയുടെ വിവാഹക്കാരിയൊന്നും ആയില്ലല്ലേ? അതുണ്ടാവൂന്ന് തന്നെ നിശ്ചയില്ല. ഇക്കുറിയും തിരുമുൽപ്പാട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോ വലിയ പ്രയാസമുണ്ട്.
എല്ലാം നേരെയാവും. ഇത് വെച്ചോളൂ. എന്ത് വിഷമം ഉണ്ടായാലും ചോദിക്കാൻ മടിക്കണ്ട. ഇല്ലത്തെ സഹായം എപ്പോഴും ഉണ്ടാവും. തിരുമേനി, ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയാ? അമ്മോ, അമ്മോ, പോരുന്ന വഴിക്ക് മയൂർ എന്നൊരു ചുരിദാർ വാങ്ങി. പാകമല്ലെങ്കിൽ അവര് മാറ്റിത്തരും. പിന്നെ നിനക്ക് വാങ്ങിയപ്പോ അവനും വാങ്ങി ഒരു ഷർട്ടും പാന്റും. വേണ്ട, ഞാൻ മിണ്ടൂല. ഒന്നിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ ഏതോട്ടൻ ഇങ്ങനെയാ. വേണമെങ്കിലേ മോളെ, ഇതൊരു സാമ്പിൾ മാത്രം. നാളെ നമ്മുടെ പുതിയ സ്കൂട്ടറിൽ ടൗണിലാകെ ഒന്ന് ചുറ്റിക്കറങ്ങുന്നു. പിന്നെ മേലശ്ശേരി ഉത്സവം കൂടിയാ. അമ്പലപ്പറമ്പ് മൊത്തം നമ്മളൊന്ന് നിരങ്ങും. എന്നാ പിന്നെ ഉരുണ്ടാ പോലെ ഒരു പ്രധാന വഴിപാട് കൂടിയാ അത്. കണ്ടോ വെച്ചാ, ഞാൻ ആശിച്ചിരിക്കായിരുന്നു. അപ്പോഴാ പിറന്നാളായിട്ട് ഏതോ ചൊക്കട കടയെന്ന്. അയ്യോ, മയൂര ടെക്സ്റ്റൈൽസിനെ പറ്റി അങ്ങനൊന്നും പറയണ്ട. ചെറിയ കടയാണെങ്കിലും നല്ല സെലക്ഷനാ. ആണ്ടില് സംക്രാന്തിക്ക് ആള് കേറിയിട്ട് മിച്ചം വന്ന തുണികളായിരിക്കും. അല്ല വാസുമാമ, ഇവളെയും കൊണ്ട് പോകാണ്ടിരുന്നപ്പോഴാ തൃക്കാവൂർമനേന്ന് കേശവൻ നമ്പൂരി വന്ന കാര്യം ഞാൻ അറിയുന്നത്. അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നതല്ലേ. സോപാനത്തിന് ഒരാളെ തരപ്പെടുത്തി കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചു. ഒരാളെ തരപ്പെടുത്തി കൊടുക്കണം. തിരുമേനി വലിയ ധർമ്മസങ്കടത്തില. കിട്ടിയ അച്ഛനും സമാധാനാവും. എന്നാ അത് നടക്കട്ടെ മോനെ. മോളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ. ഇല്ലെങ്കിൽ തന്നെ നീ ഇവന്റെ കൂടെ ജീവിക്കാനുള്ളതല്ലേ. അയ്യോ വാസുമാമ, ഈ മുറപ്പെണ്ണിന്റെ കുറുമ്പ് ഇത്തിരി കൂടുതലാ. അവൾ എന്റെ മോളല്ലേ മോനെ. രാമ 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 ഭാഗ്യമ രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമ രാമ 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 രാമ. മോനെ മോനെ, പോയ കാര്യം എന്തായി? ഒരാള് വീട് വിറ്റ് ദൂരെ എങ്ങോ പോയി. മറ്റൊരാളെ കണ്ടെങ്കിലും ഏതോ ക്ഷേത്രത്തിൽ വെച്ച് ആന ഇടഞ്ഞ വഴിക്ക് കൈയും കാലും ഒടിഞ്ഞ് കിടപ്പില. അവിടൊക്കെ കുറെ അന്വേഷിച്ചെങ്കിലും ഒഴിവുള്ളവരാരുമില്ല. ഇവിടുത്തെ അവസ്ഥ കൂട്ട് തന്നെയാ. അണുകുടുംബവും പ്രാരാബ്ധമൊക്കെ ആണെങ്കിൽ പാരമ്പര്യ കലകളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. അമ്മയെക്കൂട്ടും എന്നെക്കൂട്ടും ഗതി കിട്ടാത്ത കുറെ ജന്മങ്ങള് പാരമ്പര്യവും കുടുംബ മഹിമയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? തിരുമേനിയുടെ മുന്നിൽ ഇന്ന് അച്ഛന്റെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടു. ഇടയ്ക്ക ഉമ്മർത്തെ ചാവടിയിൽ പൊടി പിടിച്ചിരിക്കുക. ഇനി ആ നാഥൻ കേൾക്കാൻ നമ്പൂതിരിക്ക് ഭാഗ്യമുണ്ടാവെന്ന് വിചാരിച്ചാ വന്നത്. ഒരു മേളക്കാരന് പെണ്ണ് ചോദിച്ചാൽ അവഹേളിക്കുന്ന കാല. എന്റെ മോൻ ആവുന്നത്ര പഠിച്ചൊരു ജോലി കിട്ടാൻ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ ഭാഗ്യദോഷിയായ അച്ഛൻ നിമിത്തം എന്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. പ്രണവമന്ത്രാക്ഷരം മണിമാലയായി മാറി അണിയുന്ന വേദാംബികേ. പ്രണവമന്ത്രാക്ഷരം മണിമാലയായി മാറി അണിയുന്ന വേദാംബികേ.
അവ മുന്നിലെൻ ദുഃഖം സതിരുകളായെന്നു വിതരട്ടെ നാദാംബികേ, വിതരട്ടെ നാദാംബികേ. മടിയിൽ വെച്ചോമന മണി വീണ വീട്ടിനി പൂവനം മയക്കുന്നു നിത്യം. നിന്റെ ആദരത്തിലലിയുന്ന സ്വരഗണം ശ്രീരാഗലയമായി ഒഴുകുന്നു ഹൃദ്യം, ലയമായി ഒഴുകുന്നു ഹൃദ്യം, ശ്രീരാഗലയമായി ഒഴുകുന്നു ഹൃദ്യം. സുഭദ്രേ, സുഭദ്രേ, വരണു. വേഗം അവിടെ. ത്രിവിക്രമൻ വടക്കവിടെയോ ചികിത്സയ്ക്ക് പോയതാത്രേ. രുക്മിണിയും പോയിരിക്കണോ കൂടെ? വല്ല ഉഴിച്ചിലോ മറ്റോ ആവും. ഏതായാലും പള്ളിക്കൂടെ കടച്ചതല്ലേ, ഇവർ എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. നന്നായി. ഇപ്പഴാ ജോഡികളായ 3 ആണും 3 പെണ്ണും. ആ, എവിടെ നമ്മുടെ കുട്ടികളൊക്കെ? പിന്നാമ്പുറത്ത് എവിടെയുണ്ട്? ഏത് വന്നാ പിന്നെ നിലത്തല്ല 3 ആളും ആട്ടോ പാട്ടും. നോക്ക്, കഴിഞ്ഞ തവണത്തെ പോലെ ഓടിച്ചാടി കയ്യും കാലും ഓടിക്കരുത്. അമ്മാവിന്റെ സ്വഭാവം അറിയാലോ. ആ അല്ലേ, ആദ്യം കഴിക്കാൻ എന്താ കൊടുക്കുക. നല്ല വിശപ്പുണ്ടാവും. വഴിക്ക് വൃത്തിയുള്ള കടകളൊന്നും കണ്ടില്ല. ആ, സംഭാരം ഉണ്ടെങ്കിലേ ഇത്തിരി എടുത്തോളൂ. നല്ല പരവേശം. 1 2 3 1 2. ആ, ബദ്രേട്ടൻ വന്നല്ലോ. യദു, നമുക്ക് ഇവരെ കൂടെ കൂട്ടാം. ഇവനുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കുന്നില്ല. എന്താ ഏട്ടാ ഇത്? ഇത് നല്ല കുട്ടിയല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ബദ്രേട്ടാ, ലക്ഷ്മി, ഇവനാരാ? ഇല്ലത്ത് വന്ന ആളാവണമെന്ന് നിൽക്കണ്ട. ഡുണ്ടു കൊട്ടാൻ വന്ന അത് ചെയ്താ മതി. അയ്യേ, ഡുണ്ടുവല്ല, ഇടയ്ക്ക. എന്താ അടക്കയായാലും യദുവിനെ കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആരും കളിക്കുന്നില്ല. അവനോട് അവന്മാർക്ക് കൂടുതൽ ഇഷ്ടം. അവനെ കാണുമ്പോ ഇളക്കം കൂടും. തിരുമേനി, തിരുമേനി ഉച്ചമയക്കത്തിലാണെങ്കിൽ പോയിട്ട് പിന്നെ വരാം. ഏയ്, അങ്ങനെയൊന്നുമില്ല. വരെ ഇരിക്കുക. വേണ്ട, നിന്നോളാം. ആചാരങ്ങളൊന്നും നോക്കണ്ട. സുഭദ്രേ, രണ്ടാക്കുള്ള സംഭാരം കണ്ട് എടുക്കുക. വേണ്ടിയിരുന്നില്ല. ആ, എന്താപ്പത്? നമ്പൂരാരുടെ സംഭാരത്തിന് തൊട്ടുകൂടായ്മ വല്ലതും ഉണ്ടോ? ഞാനൊന്നും പറയണില്ല. ഈ മുഖത്ത് അല്പം ശൗര്യം തോന്നുമെങ്കിലും തിരുമേനിയുടെ ബലിതത്തെ കവച്ചു വെക്കാൻ ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാവില്ല. അങ്ങോട്ട് കൊടുക്കുക. എനിക്കിപ്പോ വേണ്ടായിരുന്നു. വെറ്റിലില്ലേ കയ്യില്? അതിരിക്കട്ടെ, രണ്ടാളും കൂടി എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ വരവ്. അല്ല, നമ്മുടെ പല്ലാവൂർ ശിവൻകുട്ടിമാരാർ വിളിച്ചിരുന്നു. ഉത്സവത്തിന് വരുന്ന കാര്യം ഉറപ്പിക്കാവോന്ന്. തിരുമേനിയോട് ചോദിച്ചിട്ടാവാന്ന് ഞാൻ പറഞ്ഞു. എന്താ ഇപ്പൊ ഒരു സംശയം? പക്കമേളക്കാരുടെ കാര്യങ്ങളൊക്കെ പൊതുവാളിനല്ലേ വർഷാവർഷം തരപ്പെടുത്താറ്. പിന്നെ മാധവ ചാക്യാർ ഒരു അപേക്ഷ തന്നിട്ടുണ്ട്. അയാൾക്ക് ആക്ഷേപഹാസ്യത്തിന് കൂടുതലാ. കാര്യാളി നല്ല ചാക്യാറാണെങ്കിലും കഴിഞ്ഞ ഉത്സവത്തിന് അയാളെ ചാക്കി കെട്ടി പുഴയെ താത്താനാ ഇവിടുത്തെ നാട്ടുകാർ നോക്കിയിരുന്നത്. അയ്യോ, ഞാൻ ഇടപെട്ടതുകൊണ്ടാ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. കലാപരിപാടികളൊക്കെ പൊതുജനങ്ങൾക്കും ഇഷ്ടപ്പെടണ്ടേ? ആ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പൊതുവാളിന്റെ അഷ്ടപതിക്ക് ഇത്തിരി നീട്ടം അങ്ങോട്ട് കൂട്ടിക്കോളൂ. അയ്യോ, അതെന്റെ മാത്രം കഴിവല്ലല്ലോ. സാക്ഷാൽ തൃക്കാവൂർ ഭഗവതിയുടെ അനുഗ്രഹം തന്നെ അല്ലേ?
ഇത് ചുമ്മാ തമാശല്ല, ഇത് കൊട്ടാൻ പഠിക്കണം. നീ ആ യദുവിനെ കണ്ടിട്ടില്ലേ? അവൻ കൊട്ടുമ്പോൾ എന്ത് രസമാ. നിനക്കും തുടങ്ങി ആ പുതുവാളിന്റെ മകനോട് ഒരു ആരാധന. ഇത് കൊട്ടാൻ വലിയ കഴിവൊന്നും വേണ്ട, ആർക്കും സാധിക്കും. ഏട്ടനും ഇത് പഠിക്കാൻ കുറെ നാൾ നടന്നതല്ലേ, എന്നിട്ട് എന്തായി? കുറെ അപശബ്ദം കൊട്ടാൻ പഠിച്ചു. യദുവിന്റെ കൊട്ട് കേട്ടാൽ ആർക്കും ഒരു ആരാധന തോന്നും. അതെ, അവനോട് എല്ലാവർക്കും ഒരു ആരാധനയാ. അമ്മാവനും അമ്മായിക്കും ലക്ഷ്മിക്കും ഇപ്പം നിനക്കും. ഒടുവിൽ എന്നെയും നിന്നെയും ചവിട്ടി പുറത്താക്കി ഇല്ലത്തെ തിരുമേനിയായി അവൻ വാഴും, അവൻ വാഴും, അവൻ വാഴും. നിങ്ങൾക്ക് കൊട്ടി കളിക്കാനുള്ളതല്ല ഇത്. എങ്കിൽ നമുക്ക് എറിഞ്ഞു കളിക്കാം. വീണ്ടും ഭദ്രേട്ടാ. എന്താ മോളെ? ഭദ്രേട്ട ഉണ്ണിയുടെ കൂടെ യദുവേട്ടനെ തള്ളുന്നു. എന്താ കുട്ടികളെ, എന്താ കാര്യം? ഇവന്റെ കളി നിങ്ങളുടെ വീട്ടിൽ മതി, ഈ ഇല്ലത്ത് വേണ്ട. ഇവനാ ഞങ്ങളെ ആദ്യം തല്ലിയത്. അല്ല, ഇടയ്ക്ക് വലിച്ചെറിയാൻ ഭദ്രേട്ട ശ്രമിച്ചപ്പോൾ യദുവേട്ടനാ തടഞ്ഞത്. മക്കളെ, ഇത്രയും വേണ്ടായിരുന്നു. ഇവിടുത്തെ ധർമ്മദേവത നിങ്ങളോട് പൊറുക്കട്ടെ. ഒരു കളിപ്പാട്ടത്തിന്റെ വിലയല്ല ഈ ഇടയ്ക്കുള്ളത്. ദേവി മഹാത്മ്യം നാവിൽ ഉച്ചരിച്ച് ഭഗവതിയെ പാടി ഉണർത്തുന്ന വാദ്യോപകരണമായത്. അതിന്റെ മഹാത്മ്യം നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവൻ പ്രതികരിച്ചിരിക്കാം. ക്ഷമിക്കുക, ഇത് ഞങ്ങളുടെ ആത്മാവാണ്, ഞങ്ങളുടെ അന്നമാണ്. സരസ്വതി, ആരായി കൊട്ടുന്നേ? മോനാ, അവനെന്തോ അങ്ങനെ തോന്നി. അപശ്രുതി ഒട്ടുമില്ല. നാദങ്ങളുടെ ലയവിന്യാസം എടുത്തറിയാം. ഞാൻ വിചാരിച്ചു നമ്മുടെ ഇടയ്ക്ക പഴന്തോലായി ജീർണിച്ച് കാണുമെന്ന്. ഭഗവതി, മോനെ, എനിക്കറിയാം അച്ഛന്റെ ഉള്ളില് ഈ ഇടയ്ക്കൊക്കെ എത്രമാത്രം സ്ഥാനമുള്ളതെന്ന്. അതിന്റെ പ്രതിഫലനമാ ഈ കാണുന്നത്. അച്ഛാ, ഞാനിത് വെറുതെ വായിക്കാൻ എടുത്തതല്ല. തിരുമേനിയുടെ ആശ നിറവേറ്റാൻ, ഭഗവതിയുടെ കോപം അകറ്റാൻ ഞാൻ പോവാ. എന്നെ അനുഗ്രഹിക്കണം. വേണ്ട, അച്ഛൻ പറയാൻ വരുന്നതൊക്കെ എനിക്കറിയാം. ഈ ഇടയ്ക്ക് കൊണ്ട് അച്ഛൻ എന്നെ പഠിപ്പിച്ചില്ലേ, വീട്ടുകാരി നടത്തിയില്ലേ. പിന്നെ എല്ലാ കാര്യങ്ങളും എന്റെ തലവരെ പോലെ നടക്കൂ. എന്റെ കുഞ്ഞ് എന്നെക്കാളും വലിയവരാണെന്ന് എനിക്ക് തോന്നിപ്പോണു. അരുത്, അച്ഛനോളം വലുത് എനിക്ക് ആരുമില്ല. എന്നെ അനുഗ്രഹിക്കണം അച്ഛ. നന്നായി വരും, എന്റെ മോൻ നന്നായി വരും. മോനെ, വിളിക്കാൻ മറക്കണ്ട കേട്ടോ. വിളിക്കാമേ. നല്ല ആളാ. അല്ല, ഇതെവിടേക്കാ? മോളെ, ഒക്കെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഏതു വാരശ്ശേരിക്കാ തൃക്കാറുമനയെന്ന് കേശവനമ്പൂതിരി ഇടയ്ക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആളെ കിട്ടാത്തോണ്ട് ഇവൻ തന്നെ അങ്ങ് പോകാന്ന് തീരുമാനം എടുത്തു. പോകുന്ന വഴിക്ക് നിന്നെ കണ്ട് സംസാരിച്ചിട്ടേ പോകും തന്നെയാ ഞാൻ വിചാരിച്ചേ. വേണ്ടിയിരുന്നില്ല. അല്ലല്ലോ ഏതോട്ടൻ ഇങ്ങനെയാ. അമ്മൂട്ടി,
അച്ഛനോ അമ്മയോ നിർബന്ധിച്ചിട്ടല്ല. ഇത് ഞാനെടുത്ത തീരുമാനമാ. കുറച്ച് ദിവസത്തേക്ക് മാത്രം. അപ്പൊ യദുവേട്ടന്റെ തീരുമാനങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണോ? ഒരുമിച്ചൊരു തീരുമാനം അതല്ലേ വേണ്ടിയിരുന്നത്? എന്റെ എല്ലാ കാര്യങ്ങളും മറ്റാരേക്കാളും നിനക്ക് നന്നായി അറിയാലോ. നിനക്കറിയോ, അച്ഛൻ പരസഹായം ഇല്ലാതെ എഴുന്നേറ്റ് കണ്ടപ്പോ ആ മനസ്സിലെ നീറ്റിലകറ്റാൻ ഇത് തന്നെയാ നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണെന്ന് കരുതി നിന്റെ ഇഷ്ടത്തിനെതിരായി ഇവനൊന്നും ചെയ്യില്ല. അമ്മ അതിന് സമ്മതിക്കില്ല. അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടി കുറച്ചു ദിവസം മാത്രം. അവന്റെ മനസ്സ് വേദനിപ്പിക്കാതെ നീ അവനെ യാത്രയാക്ക. പോണത് കൊള്ളാം. മര്യാദക്ക് എന്നും കാലത്തും വൈകിട്ടും എന്നെ വിളിച്ചോണം. ശരി, പോയിട്ട് വരാമേ. കോട്ടമുറി കിടക്കുന്ന വീടും വാസുമാമ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് തൃക്കാവുമനയിലേക്ക് പോവാ. ഇത്ര പെട്ടെന്ന്? ഓക്കെ, ഇവളോട് പറഞ്ഞിട്ടുണ്ട്. മോളെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഏതായാലും ഒരു യാത്ര പോലെ ഇതങ്ങ് വെച്ചോളാൻ പറ. കുന്നുമേക്കാവ് ഇറങ്ങാനുള്ള വാ. കേറ് കേറ്. കയറിയേട്ടാ, കയറിയേട്ടാ, കയറി കയറി. പോവാം. റൈറ്റ് റൈറ്റ്, പോ. മലയജഗന്ധം തഴുകും വാർമുടി ഇരുളിൽ തിങ്കൾ കലചൂടി. മലയജഗന്ധം തഴുകും വാർമുടി ഇരുളിൽ തിങ്കൾ കലചൂടി. സരളം ശ്രീപദ നടനം ചെയ്യുക മമ മുന്നിൽ ശിവതനയേ. മലയജഗന്ധം തഴുകും വാർമുടി ഇരുളിൽ തിങ്കൾ കലചൂടി. കാഞ്ചീദാമം മണികൾ കിലുക്കി കാമമുണർത്തും പൊന്നരയിൽ. കാഞ്ചീദാമം മണികൾ കിലുക്കി കാമമുണർത്തും പൊന്നരയിൽ. നീരദമേഘം അണിയിക്കുന്നു നീലപ്പട്ടിനുടയാട. മലയജഗന്ധം തഴുകും വാർമുടി ഇരുളിൽ തിങ്കൾ കലചൂടി. ആദിമഹസിൻ അങ്കാരദ്വിതി ഓളമുണർത്തും തിരുടലിൽ. ശാരദ സന്ധ്യകൾ ചാർത്തിക്കുന്നു ഓങ്കാര പൊരുളിതൾ മാല.
തഴുകും വാർമുടി ഇരുളിൽ തിങ്കൾ കലച്ചൂടി സരളം ശ്രീപദ നടനം ചെയ്യുക മമ മുന്നിൽ ശിവതനയേ മലയജഗന്ധം തഴുകും വാർമുടി ഇരുളിൽ തിങ്കൾ കലച്ചൂടി. ചേട്ടാ ചേട്ടോ മാല ഇതെന്തു മാല ചേട്ടാ? അതെ ഒന്ന് നിക്ക നിക്ക നിക്ക. പാട്ടൊക്കെ ഗംഭീരായി, പക്ഷെ ഈ പത്രാസ് ശരിയാവില്ല കേട്ടോ. ഞാൻ അറിഞ്ഞു, പഴയ കൃഷ്ണപൊതുവാളിന്റെ മോനല്ലേ? അതെ. എന്താ നമ്മുടെ പേര്? ശരിക്കും പേര് ഗിരീഷ് എന്നാ, പക്ഷേ ഇവിടുത്തെ ശ്രീലക്ഷ്മി എന്നെ വിളിക്കുക ഗിരിഗിരി എന്നാ. ഗിരിയോ? ഗിരിയല്ല, ഗിരി ഗിരി. ആ അപ്പോ ഗിരിഗിരിന്ന് ഞാനും വിളിക്കാം. ഗിരിഗിരിന്ന് ശ്രീലക്ഷ്മി മാത്രം വിളിച്ചാൽ മതി. ഗിരിഗിരിന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ശ്രീലക്ഷ്മിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ മാഷേ. ഞങ്ങൾ തമ്മിൽ ഇത്തിരി ഇഷ്ടത്തിലാ. രാഹുദോഷത്തിന്റെ പേരില് മൂപ്പിലാൻ തിരുമേനി ചേർന്ന ഒരാളെ കൊണ്ടേ കെട്ടിക്കുള്ളൂ എന്നുള്ള വാശിയില കുറെ പേര് വന്നുപോയി. ഇനി ആരും വരില്ല. ഒടുവിൽ ഭഗവതി എന്റെ ഇഷ്ടം പോലെ നടത്തിത്തരും. അല്ല, ശ്രീലക്ഷ്മിക്ക് എങ്ങനെയാ ഗിരിയോട് നല്ല ഇഷ്ടമാ? ആണോന്നോ? കാണുമ്പോ ഞങ്ങൾ അനുരാഗ ശൈലത്തിലാവും. ഓഹോ, അതിപ്പോ എവിടെയാ? ഹിമാലയത്തിന് താഴെ ആക്കിയതാണല്ലേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ ശ്രീലക്ഷ്മിയുടെയും വേലി കഴിഞ്ഞു. സപ്രപഞ്ച കട്ടിലിരുന്ന് ശ്രീലക്ഷ്മി എനിക്ക് താമ്പൂലം തരികയാണ്. പിന്നെ 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 നിൽക്കൂ. ഏയ്, ഞാൻ സ്വർഗത്തിലെ കട്ടറും പാവുന്നില്ല. ആയി ഓഴൻ, ഇത് സ്വപ്നത്തിൽ എങ്ങനെയാ കട്ടറുമ്പ് വരിക? വരുമായിരിക്കും, സൂക്ഷിക്കണം. ഒരു വെടിയെങ്കിലും വെച്ച് കാണട്ടടാ. വാടാ ഇങ്ങോട്ട് വാടാ. എന്തിനാ ഈ പേടിയുള്ളവരെ കൊണ്ട് വെടിവെപ്പിക്കുന്നേ? ഞാൻ എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ടത് പൊട്ടിച്ചോട്ടെ. എന്റെ കാലശേഷം വെടിവെച്ചെങ്കിലും എന്റെ മകൻ ജീവിച്ചു പോട്ടെ. ഞാൻ ചത്തുപോയി അന്നേരം നിങ്ങളാരും കാണിയല്ല. വാ മോനെ, വന്ന് വെടിവെക്കടാ. വാ മോനെ. അയ്യോ കാണമാടാ, ഇങ്ങോട്ട് വാടാ എന്റെ കൃഷ്ണ ഭഗവതിയെ. അയ്യോ, ഇവരൊരു കാലത്തെങ്കിലും പിടിക്കൽ ഇങ്ങനത്തെ ഒരു മകൻ എനിക്ക് എന്തിനു തന്നെ ഭഗവതിയെ. അയ്യോ അയ്യോ. അമ്മച്ചി വിഷമിക്കണ്ട അമ്മച്ചി. അടുത്ത ഉത്സവത്തിന് മുമ്പ് ഞാൻ ഒരു വെടിയെങ്കിലും അയ്യോ എന്റെ മകൻ നടത്തിപ്പോയേ. വാടിവായോ. അയ്യോ മകനെ കേറി വാടാ. ഇതു ഇതു ഞാൻ ഈ തൊടിയിലൂടെ ഒന്ന് നടക്കുകയായിരുന്നു. ഇവിടുത്തെ കുളവും കാവും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? അന്ന് കാവിൽ നിന്ന് പറക്കിയ മഞ്ചാടിക്കുരു അമ്മ ഇപ്പോഴും വിളക്കിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതു ഒരുപാട് മാറിപ്പോയിട്ടോ. അന്നത്തെ ആ രൂപ മനസ്സിൽ നിക്കണേ. ഒരുപാട് മാറ്റുണ്ട്. ഓ, എങ്ങനെ? വലിയ ആളായ മട്ട. ലക്ഷ്മി അന്തർജനത്തിനും മാറ്റമുണ്ട്. എന്താ ഇത് കളിയാക്കണ്ട കേട്ടോ. ഉണ്ടെന്നേ, ലക്ഷ്മി ഒരുപാട് സുന്ദരിയായിരിക്കുന്നു. ആ പഴയ കുട്ടിത്തൊക്കെ അങ്ങ് മാറി. എന്താ പറയുക, പക്ഷേ വേളി കഴിഞ്ഞില്ല എന്നറിഞ്ഞപ്പോ ഒരു സങ്കടമുണ്ട്. ദേ കാപ്പി തണുക്കരുത് കേട്ടോ, പിന്നെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ പിടിച്ചില്ലാന്ന് വരും. ഓ പിന്നെ ഞാനങ്ങ് പാരീസിൽ നിന്നല്ല വരുന്നത്. ഇവിടുത്തെ മാമ്പഴ പുളിശ്ശേരിയുടെ രുചി ഇപ്പോഴും നാവിൽ നിൽക്കുക. ജാതകദോഷത്തിന്റെ പേരിൽ ആചാരങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയല്ലേ? തിരുമുൽപ്പാട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം നടത്താറുണ്ടെന്ന് അറിഞ്ഞു.
ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണെങ്കിലും അനാചാരങ്ങളിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ലക്ഷ്മിയുടെ ആയുസിന്റെ പകുതി എത്തിയിട്ടും ഒരു ജീവിതമില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ? ഞാൻ പോട്ടെ ചെയ്തു. ആ പിന്നെ ഇന്ന് അമ്പലത്തിലെ സോപാനം പാടിയത് നന്നായിരുന്നു. എത്ര നാളായി എനിക്കിതുവരെ ഉത്തരം തന്നില്ല. ഞാൻ മടുത്തു കേട്ടോ. ഇനി എന്തിനാ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നേ? ആര് പറഞ്ഞു നടക്കാത്ത കാര്യാന്ന്? നമ്മളെ ഭഗവതി കൈവിടില്ല. ലക്ഷ്മി ആരെ കാത്തിരുന്നാലും വേളി നടക്കില്ല. ഞാൻ ആരെ കാത്തിരിക്കാനാ ഗിരി? എനിക്ക് ഈ ജന്മം ഒരു വേളിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗിരിയുടെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതൊരു വേളി നടക്കുന്നുള്ള ചിന്തയിൽ വേണ്ട. ശ്രീലക്ഷ്മി വിചാരിച്ച ആരും അറിയാതെ ഒളിച്ചോടി. ഗിരി വേണ്ട. അവസാനം ഞാൻ മാത്രമേ കാണൂ. ഓം ക്ലീം പുര പുര പ്രസ്ഫുര ഘോര ഘോര അഘോര അഘോര നരരൂപ ചട ചട പ്രജട പ്രജട ഗഹ വമ വമ ബന്ധയ ബന്ധയ മോദയ മോദയ ബാധായ ബാധായ ആവാഹയ. ഹോ ആവാഹനം കഴിഞ്ഞിരിക്കുന്നു. പുഷ്പം ഇങ്ങോട്ട് തരിക. ഏയ് എന്താ എവിടെ തൃക്കാവൂർ? എല്ലാവരും പറഞ്ഞതുപോലെ പൂജാമുറികൾ നാമോച്ചാരണത്തിലാ. വിളിക്കട്ടെ തിരുമേനി? ഏയ് വേണ്ട, നാമജപം തുടരട്ടെ. ഉണ്ണി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുക. മരുമക്കളൊക്കെ ഇപ്പം അമ്മാമ്മയുടെ വാത്സല്യപുത്രന്മാരല്ലേ. അനന്തരവന്മാർ എന്നേ പടിക്ക് പുറത്തായി. അവന്മാർ വന്നു കയറിയ മുതൽ ഇവിടെ ദുഷ്ടഗ്രഹങ്ങളുടെ വിളയാട്ടമാണ്. ഭദ്രേട്ടൻ പറഞ്ഞത് നേരാ. അമ്മാമ്മയ്ക്കെന്നല്ല, ഇല്ലത്തെ എല്ലാവർക്കും, പ്രത്യേകിച്ച് അമ്മായിക്കും വല്യമ്മയ്ക്കും പിന്നെ ലക്ഷ്മിക്കും. എല്ലാം നിന്റെ പിടിപ്പുകേടാ. ഞാൻ മുമ്പ് പറഞ്ഞൊന്നും നീ മുഖവിലക്കെടുത്തില്ല. അത് ചേട്ടാ. ശബ്ദിക്കരുത്. ഒന്നിച്ചുറങ്ങാനും ഉണ്ണാനും നീ കുട്ടിക്കാലം പോലെ വാശി പിടിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ കല്യാണശേഷമുള്ള നിന്റെ ഈ അകൽച്ച ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഭദ്രേട്ട. അതേടാ. ആ തോന്നൽ ഭദ്രേട്ടൻ്റെ ഉള്ളിൽ അല്പം തോന്നിയപ്പോൾ എന്തേ എന്നെ ഒരു അന്യനെ പോലെ കണ്ടു? ഞാൻ ഒരിക്കലും പോലും ചിന്തിച്ച കാര്യമല്ല അത്. പിന്നെ എന്തിനാ നീ എന്നെ അവഗണിക്കുന്നത്? ശ്രീലക്ഷ്മി മറ്റൊരാളുടെ ഭാര്യയാകാൻ സമ്മതിച്ചു കൊടുക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അതിനുള്ള തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തന്നതാ. ഒക്കെ കൈവിട്ടു പോവുക. ബ്രാഹ്മണ്യത്തിൻ്റെ മഹിമ അല്പം ഒന്ന് കളങ്കപ്പെട്ടാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ കാലമാണ്. അമ്മാമ്മ എപ്പോഴും പഴയ ആളാണെന്നുള്ള വിചാരം വേണം. ജാതക മണ്ണാങ്കട്ട. നീ പിടിച്ചോണ്ട് വാടാ അവളെ. അവളുടെ ദോഷം എനിക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും ബാധിക്കില്ലേ? നേരം വെളുക്കും വരെ രാമായണം വായിച്ചിട്ട് സീത രാമൻ്റെ ആരാണെന്ന് ചോദിച്ച പോലെ ആയിപ്പോയി. നീയും അമ്മാമ്മയുടെ വേറൊരു അവതാരമാ. അവക്കൊരു ദോഷമില്ലടാ. ഞാനാ പറയുന്നത്. എൻ്റെ അനുജന് ദോഷം വരാൻ ഈ ഏട്ടൻ കൂട്ടു നിൽക്കൂ. മെൻ്റൽ പ്രോബ്ലം, ഒരുതരം ഫോബിയ. എന്ന് വെച്ചാൽ നീ പേടിക്കൊന്നും വേണ്ട. സ്ഥാനക്കാരൻ നമ്മളൊക്കെ തന്നെയാ. ഉണ്ണി, നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്. ഇനി ഏട്ടൻ പറയുന്ന പോലെ നീ അനുസരിക്കാവൂ. ശ്രീലക്ഷ്മിയുടെ ജാതകം അമ്മാമ്മ ഒരിക്കലും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീലേശ്വരത്ത് നിന്ന് ഏതോ ഒരു ഇടനിലക്കാരൻ വന്നപ്പം എൻ്റെ കയ്യിൽ തന്നത്. ഞാൻ എൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ചിരുന്നു. അത് വെച്ച് നമുക്കൊരു കളിയാണ്. ഒത്തുനിന്ന്. എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഇല്ല ചേട്ടാ, ഈ ഉണ്ണികൃഷ്ണനൊന്നും ചേട്ടനോട് തന്നെ ഉണ്ടാവും. മെഡിക്കൽ. ഇനി നമുക്ക് കളി തുടങ്ങാം.
സാരമില്ല കേട്ടോ. വിശേഷിച്ച് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായി. ഹേയ്, ഇവിടെ ആയതുകൊണ്ടാ സമയത്തിന് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നേ. വീട്ടിലായിരിക്കുമ്പോ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ലേ പിന്നെ അതെന്തിനാ പിന്നെ ആക്കുന്നേ? പറയുന്നേ. അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. ഞാനൊരു സന്തോഷ വാർത്ത കേട്ടു. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ജാതകം ലക്ഷ്മിക്ക് നന്നായിട്ട് പൊരുത്തപ്പെട്ടു എന്ന്. എന്തായാലും അത് നന്നായി. പക്ഷേ ആ മുഖത്ത് അതിന്റെ ഒരു സന്തോഷം കാണുന്നില്ലല്ലോ. ഇത്തിരി ഗൗരവക്കാരനാണെങ്കിലും മനസ്സിലൊന്നുമില്ല. തന്നെയല്ല, ഇല്ലത്തെ അനന്തരവൻ കൂടിയല്ലേ. ശ്രീലക്ഷ്മിക്ക് ഉണ്ണികൃഷ്ണൻ തന്നെയാ യോജിക്കുന്നത്. ലക്ഷ്മി, എന്തു പറ്റി? ഇപ്രാവശ്യത്തെ പ്രസാദ കൂട്ടിന് ഒരു 10 പറ അരിയെങ്കിലും വേണ്ടി വരും. അപ്പോ വലിയ വാർപ്പ് തന്നെ വേണം. പാത്രങ്ങളൊന്നും കുറയ്ക്കണ്ട. ഉരുളിയും ചട്ടും ആവശ്യത്തിനെടുത്തോ. നീ വന്നേ. ലക്ഷ്മി, ലക്ഷ്മി, ഞെളിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. വാർപ്പ് ചുമക്കണം. അതിനാ നിന്നെ കൂടെ കൂട്ടിയത്. ഉരുളി ചുമക്കണ്ടാണല്ല, തമ്പുരാട്ടിയെ വേളി കഴിക്കേണ്ട ആളാ. എന്തു പറ്റി? ലക്ഷ്മി, 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 ഭദ്രേട്ടാ, ഞാൻ കണ്ടു. എന്താടാ? ഈ യദുവിന്റെ മുറിയില് ലക്ഷ്മി. ലക്ഷ്മി, അപ്പൊ അവൻ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. ക്ഷേത്രത്തിൽ സോപാന സംഗീതം മുടങ്ങിയപ്പോൾ കൃഷ്ണപ്പൊതുവാളിന്റെ മകന് ഞാനൊരു സ്ഥാനം കൊടുത്തു. അതിത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. പൊതുവാൾ എന്നും എന്റെ സതീർത്ഥനായിരുന്നു, സത്യസന്ധനായിരുന്നു. അയാൾ ഇവിടെ ജോലി ചെയ്ത കാലമത്രയും തമ്മിൽ മുഷിയാൻ ഇടവന്നിട്ടില്ല. ഞാൻ അവനെ മാത്രമായിട്ടൊന്നും പറയുന്നില്ല. സുഭദ്രേ, ശ്രീലക്ഷ്മിയെ ഒന്ന് ഉപദേശിക്കുക. അത്രമാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ഏതു നാളെ മുതൽ ക്ഷേത്രത്തിന്റെ ചാവടിയിൽ കിടക്കട്ടെ. ഈ ഇല്ലത്തേക്ക് ഇനി അയാൾക്ക് പ്രവേശനമില്ല. അയാളെ പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് പുറത്തിറങ്ങിക്കൊള്ളാൻ പറയാം. അമ്മാമേ, ഭദ്രനാണല്ലോ ദേവിയുടെ ഉടവാൾ എടുക്കേണ്ടത്. അതാണല്ലോ പതിവ്. എന്താ തിരുമേനി ഭദ്രന്റെ സ്ഥാനത്ത് മറ്റൊരാളെ തരപ്പെടുത്തുന്നത്? എന്താ ഇതിലൊരു പന്തികേട്? ഞാനാ മഹേഷിനെ ഏൽപ്പിച്ചത്. അതങ്ങനെ തന്നെ നടക്കട്ടെ. നടക്കുക. ഭദ്രേട്ടാ, ഇത് തടയണം. വേണ്ട, അമ്മാമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. മരുമക്കളുടെ പേർവാഴ്ചയ്ക്ക് തുടക്കമായി. എന്താ സുഭദ്രേ, പ്രാതൽ കാലമായില്ലേ? കേശവൻ അവിടെ ധൃതി കൂട്ടണോ? എന്ത് ചെയ്യാൻ എന്റെ നാത്തൂനെ? എല്ലാം ചെയ്യാൻ എന്റെ ഈ 2 കൈയല്ലേ ഉള്ളൂ. ഈ സാമ്പാറിനൊന്ന് കടു വറക്കാൻ ഈ പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോയതാ. ഞാൻ വന്നപ്പോഴും അവൾ ഒരേ നിപ്പ. അവൾക്ക് സുഖമില്ലാത്രേ. 3-4 ദിവസമായി ഞാനും ശ്രദ്ധിക്കണു. എന്താ എന്റെ കുഞ്ഞിന് പറ്റിയേ? നേരെ ചൊവ്വ ആഹാരം പോലും കഴിക്കുന്നില്ല. എപ്പോഴും എന്തോ വലിയ ചിന്ത. അച്ഛമ്മാളിനോട് പറ. എന്താ കുട്ടിയെ പറ്റിയേ? എന്താ എന്താ ഇവൾക്ക് ഇങ്ങനെ? എന്താ നാത്തോനെ, എന്താ പറ്റിയ? എനിക്കറിയില്ല. ഇന്നലെ ഇങ്ങനെയായിരുന്നു. എന്താടി പറ്റിയ? അത്
കരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു. ഈശ്വരാ. അശ്രീകരം കുടുംബത്തിന്റെ മാനം കെടുത്തിയവൾ. ഇനി ഈ കുടുംബത്തിൽ നിനക്ക് സ്ഥാനമില്ല. ഇനിയും നിന്നാൽ പടിയടച്ച് പിണ്ണം വയ്ക്കും ഞാൻ. ഇറങ്ങിയ വേണ്ട, ഈ അവസ്ഥയിൽ എന്റെ മോളെ ഇവിടെ ഇറക്കി വിടരുത്. സുഭദ്രേ, ഇഴച്ച മോക്ക് കൂട്ടുപോടുന്നുണ്ടോ? കാരണവന്മാരുടെ നിഷ്ഠകളാവോളം പാലിച്ചവനാ ഞാൻ. അതുകൊണ്ട് ഈ തെറ്റിന് ഞാൻ കൂട്ടു നിൽക്കില്ല. കുട്ടിയുടെ ഭാവി ഓർത്ത് ഇല്ലത്തിന് സർവനാശം വരാതിരിക്കാൻ തിരുമുൽപ്പാടിനെ കൊണ്ട് ജയിച്ച കർമ്മങ്ങളൊക്കെ പാഴായില്ലേ? ഞാനിനി നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും? അമ്മാമ ഇവനെ ഇറക്കി വിടാം. ശ്രീലക്ഷ്മിയെ നന്ദയാരെന്നറിയാത്ത കുഞ്ഞൻ അച്ഛനാവാൻ നിന്റെ അനിയന് സാധിക്കോ? പറയേ. ശ്രീലക്ഷ്മിയെ പുറത്താക്കല്ലേ തിരുമേനി. പേടിച്ച പെണ്ണാണെങ്കിലും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓ ശാവൻ, എങ്കിൽ പോവുക പിന്നാലെ. ഇനി ആരാ ഈ ഭ്രഷ്ടന് കൂട്ടുപോവാൻ? പോവുക, പോയിക്കോള. ഭദ്രേട്ടാ, ശ്രീലക്ഷ്മി വിടരുത്. ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. അവള് പോട്ടെ, അമ്മാവൻ പറഞ്ഞ നേരാ. കണ്ട വരുത്തനേക്കെ അവൾക്ക് പിടിക്കൂ. എടാ, നിനക്കോ ഉണ്ണിക്കോ അതിനുള്ള ഭാഗ്യമല്ലെന്ന് വെച്ചോളൂ. ഇല്ല, നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു. ശ്രീലക്ഷ്മിനെ കെട്ടിച്ചേരാന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നോ? അങ്ങനെ പലതും പറഞ്ഞു കാണും. ചതിയനാ. ഞാൻ ഒരുപാട് നിങ്ങളെ വിശ്വസിച്ചു. ഉണ്ണിയെ കൊണ്ട് വീട് കഴിപ്പിക്കാൻ പോവാന്ന് എല്ലാരും പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ഒക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കായിരുന്നു. ഞാനിത് എല്ലാരോടും പറയും. നിന്ന് പുലമ്പാതെ പോടാ. ഉണ്ണി, എന്തെങ്കിലും ഞങ്ങൾക്കെതിരായി പറഞ്ഞാ കൊന്നുകളയും ഞാൻ. ഒരല്പം പോലും മനസാക്ഷിയില്ലാത്ത വർഗങ്ങള് പോരെ, എന്റെ കൂടെ പോരെ. തിരുമേനി കേൾക്കാൻ വേണ്ടി പറയുക, ഞാൻ വരുത്തനാ. വയലുകൾ താണ്ടി വീടും നാടും ഉപേക്ഷിച്ച് ഭഗവതിയുടെ മുന്നിൽ നിത്യശ്ലോകം ഉച്ചരിച്ച നാവ് കൊണ്ട് പറയുക. ഭഗവതിക്ക് മുന്നിൽ എണ്ണി എണ്ണി കണക്കുകൾ പറയേണ്ടി വരും. ഞാൻ കൊണ്ടുപോയി ഈ പാവത്തെ. മഹാലക്ഷ്മി, കേരളം തോറ്റു തുന്നമ്പാടി. ആ, എന്നാ പിടിച്ചോ. കുറച്ചു നാളെ ഞാൻ ഈ കേരളത്തിൽ കാണൂ. നന്നായിടാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും വലിയ ഉപകാരവും. ആട്ടെ, കേരളം വിട്ട് നീ എങ്ങോട്ടാ പോണേ? തമിഴ്നാട്. അത് കേരളത്തിൽ നിന്ന് കൂവിയാ പോരെ. താമസിക്കാതെ എല്ലാവരും കേരളത്തിൽ നിന്ന് അങ്ങ് പോവുക. മുല്ലപ്പെരിയാർ തമിഴ്നാട് അങ്ങ് കൊണ്ടുപോകും. കൊണ്ടോട്രാ പൊട്ടിയാൽ അത്രേ ഉള്ള. ഇറങ്ങാനുള്ളൊരു വാ. വാസുവേട്ടാ, അത് നമ്മുടെ എതുവല്ലേ? അതല്ലോ. ആ കൂടുതൽ പെൺകുട്ടി ഏതാ? വാസുവേട്ടൻ ഉത്തരം മുട്ടി. നമ്മൾ രണ്ടാളെയും കണ്ട ആളുകൾ പലതും പറയും. ഈ ഒരവസ്ഥയില് ചോദിക്കുന്നതിനൊന്നും ഉത്തരം പറയാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. വാസുമാമൻ ഞാനും ഒക്കെ ദേ ആ കാണുന്ന ചായക്കടയിൽ പതിവായി വരാറുള്ളതാ. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഊതി പെരുപ്പിക്കുന്നവരാ ഈ നാട്ടുകാര്. ഞാൻ ഏതായാലും ഒന്ന് അന്വേഷിച്ചു നീ പോയി അന്വേഷിക്കും. എടാ എതുവേ,
ദേ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, വാ പോവാം. ഇതുവേ നീ വരുന്ന വഴിയാ? ഏതാടാ ഈ പെൺകുട്ടി? കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ മട്ടുണ്ടല്ലോ. വാ പോവാം. എടാ ആർക്കറിയാം? യദുരാമൻ, തൃക്കാവൂർ മന, വാരിശ്ശേരി പി.ഒ, പാലക്കാട്. അച്ഛാ, ഞാൻ അങ്ങാടിയിലേറ്റം പോവുകയാ. യദുവേട്ടനെ ഫോണിൽ കേട്ടിട്ട് കുറെ ദിവസങ്ങളായില്ലേ. വാരിശ്ശേരിയിലെ അഡ്രസ്സ് ഞാൻ നേരത്തെ വാങ്ങിയത് നന്നായി. കത്ത് എഴുതാനും കൂടെ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമായനെ. ഒന്ന് ചോദിച്ചിട്ട് പോവാന്ന് വെച്ചപ്പോ അച്ഛൻ ഇങ്ങനെ. ഇപ്പോഴെങ്കിലും വന്നല്ലോ. കളിക്കടാ. ഏത് പോയതിൽ പിന്നെ ഈ വീട് ഉറങ്ങിയതുപോലെയായി. അച്ഛൻ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങിയെന്നറിഞ്ഞപ്പോ അവൻ ഏറെ സന്തോഷമായി. എന്തോ വലിയ ദോഷം ഒഴിഞ്ഞെന്നാ അവൻ പറയുന്നേ. സോപാന സംഗീതത്തിൽ ഒരാളെ തരപ്പെട്ടിട്ടും ഭഗവതിയെ വിട്ടുപോരാൻ അവനും മടിയാണത്രേ. അവനെ കുറിച്ച് ഓർക്കുമ്പോ വിഷമമുണ്ട്. അവൻ പോയതിൽ പിന്നെ അമ്മുവിന്റെ മുഖത്തെ തെളിച്ചവും കുറഞ്ഞിരിക്കുന്നു. അത് നിനക്കും തോന്നിയില്ലേ? ഓവ, ക്ഷേത്രത്തിലെ ജോലിക്ക് പോയതിൽ ആദ്യമൊക്കെ കുറച്ച് കുറുമ്പ് കാണിച്ചെങ്കിലും ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട് കേട്ടോ. അയ്യോ, നമ്മുടെ മോൻ. ഇത് ലക്ഷ്മി മോളല്ലേ? അതെ അച്ഛാ. എന്താ നിങ്ങൾ രണ്ടാളും മാത്രം പെട്ടെന്നൊരു അറിയിപ്പില്ലാതെ വന്നിരിക്കുന്നത്? ആദ്യമായിട്ട് വന്നിട്ട് പഠിക്ക തന്നെ നിൽക്കാതെ കേറി വാ മോളെ. ഇത് ഇവൻ കേട്ടിക്കൊണ്ട് വന്ന പെണ്ണ. ഇവൻ ചതിയനാ. ഞാനെല്ലാം അറിഞ്ഞു. അമ്മു, കാര്യം അറിയാതെ നീ ഇമോഷണൽ ആവരുത്. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സാഹചര്യത്തിൽ നീ ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. എന്റെ ജീവിതമല്ലേ നീ തകർത്തത്. അമ്മു, നീ ഒന്ന് സമാധാനിക്കേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുക. നിങ്ങളൊന്നും അപേക്ഷിക്കണ്ട. ഈ തമിഴനെ കൊണ്ട് സുഖമായിട്ട് പുറത്തോ. പക്ഷെ എന്നെ ചതിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കില്ല. അമ്മു, തുടരുത്. ഈ അവകാശമൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു. എനിക്കൊന്ന് കിടക്കണം. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോനെ, ഇത്തിരി കഞ്ഞി എടുക്കട്ടെ? വേണ്ടമ്മേ. വല്ലത് ഇത്തിരി കഴിക്കും മക്കളെ. നീ എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസം 2-3 ആയില്ലേ?
എനിക്ക് വിശപ്പില്ല. എന്നാലും ഞാൻ കാരണം അച്ഛൻ എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്തിനാ? ഞാൻ അമ്മോനെ കണ്ടിരുന്നു. മഹാ കഷ്ടം ആ കുട്ടിയുടെ കാര്യം. നിന്നെ പ്രാണനായിരുന്നു അവക്ക്. അമ്മേ, ഞാൻ അവക്ക് ഇനി കല്യാണം വേണ്ടത്രേ. ആശ്രമ ജീവിതം നയിക്കാനാ തീരുമാനം. വാസുവേട്ടന് അവിടെ കാര്യം പറഞ്ഞു കുറെ കരഞ്ഞു. സത്യം പറ മോനെ, നിനക്ക് എവിടെയാ പിടിച്ചത്? ഞാൻ ഏറ്റവും സ്നേഹിച്ച എന്റെ അച്ഛന് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ അവസ്ഥയപ്പെടുന്ന ഏതൊരു മനുഷ്യനെ ലോകം ഇങ്ങനെ കാണും. ചങ്ക് പിളർന്ന് കാണിക്കാൻ ഞാൻ രാമായണത്തിലെ ഹനുമാനൊന്നും അല്ലമ്മേ. നീ ആരെ കല്യാണം കഴിച്ചാലും ആ പെൺകുട്ടി എന്റെ മകളെ പോലെ തന്നെയാ. ഭഗവതിക്ക് മുമ്പിൽ ഉള്ളു നൊന്ത് സോപാനം പടിയ എന്നെ ഭഗവതി കൈവിടില്ലമ്മേ. അധിക നിയന്ത്രണം വിട്ട എന്റെ അവസ്ഥ കൂടി കഠിനമാവും. ഞാനായിട്ട് ഒന്നും ചോദിച്ചു വിഷമിപ്പിക്കുന്നില്ല. ഞാൻ ഏറ്റവും സ്നേഹിച്ച എന്റെ അച്ഛന് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ അവസ്ഥയപ്പെടുന്ന ഏതൊരു മനുഷ്യനെ ലോകം ഇങ്ങനെ കാണും. ചങ്ക് പിളർന്ന് കാണിക്കാൻ ഞാൻ രാമായണത്തിലെ ഹനുമാനൊന്നും അല്ലമ്മേ. മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എങ്കിൽ പിന്നെ എന്നെ അമ്മ കൊന്നിട്ടാവാമായിരുന്നില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവനാ ഞാൻ കാരണം യദുവിന്റെ അച്ഛൻ അമ്മ. ഞാനിനി എന്തിനാ യദു ഈ ഭൂമിയിൽ? ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് എനിക്കിപ്പോ. ഇനിയും എന്റെ മേലെ നീ ഭാരങ്ങളുടെ കൂമ്പാരം കൂട്ടല്ലേ ലക്ഷ്മി. നീ ഇപ്പൊ ആത്മഹത്യ ചെയ്ത അതിന്റെ കാരണം എന്റെ മേലെ വരും. ഭഗവതിക്ക് സോപാനം പാടിയ കൃഷ്ണപൊതുവാളിന്റെ മകൻ എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാൻ ഒരു പരിഹാസ കഥാപാത്രമാവും ലക്ഷ്മി. ഞാൻ പിന്നെ എന്താ ഇത് ചെയ്യാ? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ആത്മഹത്യ ചെയ്യുകയല്ല, അതിനെ നേരിടുകയാണ് ധീരത. ആരാ നിന്നെ ചതിച്ചത്? നീ പറ, ഞാൻ കൊണ്ടുവന്ന് നിർത്തിത്തരാം അവനെന്തിന്റെ മുമ്പിൽ. എന്നോടൊന്നും ചോദിക്കരുത് യദു. ലക്ഷ്മി, എന്ന് നീ എനിക്കൊരു അനിയത്തിയായിരുന്നില്ലേ? ആരെയാ നീ പേടിക്കുന്നത്? നിനക്ക് ഞാനുണ്ട്, എന്റെ അമ്മയുണ്ട്. ഒരിക്കൽ ഞാൻ എല്ലാം പറയും. അതുവരെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് യദു എന്നോട് ചോദിക്കരുത്. അത് പറയേണ്ടി വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യം. ലക്ഷ്മി, അപ്പൊ തിരുമേനി പറഞ്ഞനുസരിച്ച് 5 ഏക്കർ 70 സെന്റ്. അത് രണ്ടാധാരമായിട്ടാ കിടക്കുന്നത്. ഓപ്പോളിന്റെ ഒരു ഒപ്പുകൂടി വേണ്ടി വരുമോ എന്നൊരു സംശയം. ആളിപ്പോ എവിടെയുള്ളതെന്നൊരു നിശ്ചയമില്ല. ഒരു തീർത്ഥാടനത്തിനാണെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാ. ഇനി വരുമോന്ന് നിശ്ചയമില്ല. അതാ സ്ഥിതി. ഞാൻ വെണ്ടർ ശങ്കരൻകുട്ടിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. നിയമവശങ്ങളെ കുറിച്ച് തിരുമേനി ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. എന്നാ വരട്ടെ. ശരി. സുരേന്ദ്രൻ വക്കീലിനോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്തിനാ ഇതിനൊക്കെ ഇത്ര തിടുക്കം കാട്ടണേ? ഇനിയുള്ള കാലം ഈ സ്വത്തുക്കളൊക്കെ മറ്റാരാ അനുഭവിക്കേണ്ടത്? നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ. ലത മോളുടെയും ലതിക മോളുടെയും പേരില് ഞാൻ ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വെക്കാൻ തീരുമാനിച്ചു. കണ്ണടയും മുമ്പ് എത്രയും നേരത്തെ ഇതങ്ങ് സാധിച്ചാൽ എനിക്ക് സമാധാനായി. അപ്പോ ശ്രീലക്ഷ്മിക്ക് വേണ്ട. കഴിഞ്ഞതൊക്കെ എന്നെ ഓർമ്മിപ്പിക്കരുതെന്ന് പലവട്ടം പറഞ്ഞതാ. കുലം മുടിക്കാൻ പറഞ്ഞവൾ പുറത്തു തന്നെ നിൽക്കട്ടെ. ഓപ്പോൾ എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയി. നിന്റെ കണ്ണിലും ഞാനൊരു കരടായി തീർന്നെങ്കിൽ ഇറങ്ങിപ്പോയിക്കോല എവിടേക്കാച്ചാൽ. ലക്ഷ്മി മോളും അവളെ എങ്ങനെയാ മറക്കാൻ കഴിയണേ? ഞാൻ മറന്നു കഴിഞ്ഞതാ. ആരാപ്പതൊക്കെ ഓർമ്മിപ്പിക്കണേ? വേണ്ട.
അടുത്ത ജന്മത്തിൽ പോലും ഇങ്ങനൊരു അസുരത്തിന് ജന്മം നൽകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ ഭഗവതി, ഞാൻ അവളെ എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ഒരു നോക്ക് കാണാൻ എനിക്കിനി ഭാഗ്യം ഉണ്ടാവില്ലേ? നമസ്കാരം. നമസ്കാരം. വരണം സാർ. വന്നാട്ടെ. മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു റിസോർട്ട്, അതാണ് എൻ്റെ പ്ലാൻ. എൻ്റെ മറ്റുള്ള പ്രോജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു പ്യുവർലി വെജിറ്റേറിയൻ ആയുർവേദിക് സെറ്റപ്പ് ആയിരിക്കും. ഓ ശരി. ഭദ്ര, എത്ര കൊല്ലം പഴക്കം കാണും ഈ ഇല്ലത്തിന്? ഇല്ലത്തിനൊരു 150 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ ഔട്ട് ഹൗസ് ഈ അടുത്ത കാലത്ത് പണിയിപ്പിച്ച. ഉണ്ണികൃഷ്ണ, ഇല്ല നമ്മൾ സാറിന് വിറ്റാലും നമ്മളെക്കാൾ കാര്യമായി സാറ് നോക്കിക്കോളും. തീർച്ചയായും. എനിക്ക് ഈ പഴമകളോടൊക്കെ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. സർ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ? പ്രോപ്പർട്ടിയുടെ വിലയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ 20 CR അത് നടക്കില്ല. 2 കോടി അഡ്വാൻസ് ആയി തരും. ബാക്കി ഫൈനൽ ഡീലിന്റെ സമയത്ത്. എന്ത് പറയുന്നു? ഓക്കെ സാർ, ഞങ്ങൾക്ക് സമ്മതം. ഭദ്രന്റെ സമ്മതത്തെക്കാൾ എനിക്ക് ആവശ്യം ജയകൃഷ്ണന്റെയും മഹേഷിന്റെയുമാണ്. അവരെവിടെ? ക്ഷമിക്കണം സാർ, അവർക്കൊന്നും വരാൻ പറ്റിയില്ല. എഗ്രിമെന്റ് എഴുതുമ്പോൾ അവരുണ്ടാവും. ഭദ്ര, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ, സാർ അവരുമായി ഫോണിൽ സംസാരിച്ചതല്ലേ. ഫ്രാൻസിസ്, ഇതെന്നെ മാനേജർ. ഇയാളായിരിക്കും ഈ പ്രോജക്റ്റ് ഡീൽ ചെയ്യുന്നത്. എന്നാ ശരി, പോവാം. എന്താ ഭദ്ര, ആരാ ഇവരൊക്കെ? അമ്മാമേ, ഇതാണ് ജോൺ സാമുൽ സാർ. ഇദ്ദേഹമാണ് നമ്മുടെ ഇല്ലം വാങ്ങാൻ പോകുന്നത്. ഇല്ലം വാങ്ങി? അതിന്? അതെ അമ്മാമേ, അവർ ഇല്ലം വിൽക്കുകയാണ്. അമ്മാമയ്ക്കും അമ്മായിക്കും അവരോടൊപ്പം ബാംഗ്ലൂർ താമസിക്കാമല്ലോ. ഇല്ലം വിൽക്കുക നടക്കില്ല. കാലാകാലങ്ങളായി പരദേവതകളെ വെച്ചു പൂജിച്ച തറവാടായത്. ഞാൻ സമ്മതിക്കില്ല. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഈ ഇല്ലം വാങ്ങാനാ വന്നത് വെച്ചാൽ ഇതൊരു വിൽപ്പന ചരക്കല്ല. എന്തോടെ ഭദ്ര ഇത്? ആളിനെ വിളിച്ച് കളിയാക്ക? ഐ ആം എ ബിസിനസ് മാൻ. എന്റെ സമയത്തിന് വിലയുണ്ട്. ക്ഷമിക്കണം. ഈ ഇല്ല ഒരു വിൽക്കാൻ തീരുമാനിച്ചത് എന്റെ സമ്മതത്തോടെ ആയിരുന്നില്ല. അതിന് അമ്മാമ്മയുടെ സമ്മതമൊന്നും ആവശ്യമില്ല. എന്നാ പിന്നെ അമ്മാമ്മയും മരുമക്കളും കൂടി ആലോചിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. പാടാ ഫ്രാൻസിസ്. അമ്മാമ്മ എതിർത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മഹേഷും ജ്യേഷ്ഠനോട് സംസാരിച്ചു. ഇത് അവരുടെയും കൂടെ തീരുമാനമാണ്. ഇതിന് മാറ്റമൊന്നുമില്ല. ശിവ സുഹൃത്തക്ഷയം. എനിക്ക് മതി അച്ഛമ്മേ. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. വയറ് നിറച്ച് കഴിച്ചാലല്ലേ വലിയ ആളാകാൻ പറ്റത്തുള്ളൂ. വലിയ ആൾക്കാരല്ല കഞ്ഞിയാ കഴിക്ക. അവര് കഞ്ഞിയും ചോറും ഒക്കെ കഴിക്കും. എന്തിനാ അച്ഛമ്മേ വലിയ ആളാവുന്നേ? എന്നാലല്ലേ ജോലി കിട്ടൂ. ജോലി കിട്ടിയാലല്ലേ മോന് സൈക്കിളും ബൈക്കും ഒക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ. ബൈക്ക് വേണ്ട, നമുക്ക് കാർ മതി. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോവാലോ. അശ്വടാ മിടുക്കൻ.
എങ്കിൽ കാറ്. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഉള്ളവരൊക്കെ ചത്തോ? ആരാ അത്? അയ്യോ ഞാനാണേ. എന്താ വാസുവേട്ട ഈ രാത്രിയില്? ഞാൻ നിന്നെ കാണാൻ വന്ന അല്ലടി, നിന്റെ മകനെ, മഹാനായ സോപാന ഗായകൻ. ഓ ഇപ്പൊ ബിസിനസ്സുകാരനാണല്ല, പലഹാര ബിസിനസ്സുകാരൻ ചെയ്തു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ അമ്മാവ? അവിടുത്തോടൊന്ന് അപേക്ഷിക്കാൻ വന്നതാ. എന്റെ മോളെ ഇനിയെങ്കിലും ഉപദ്രവിക്കരുത്. ആഹാ, തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പള്ളിയറെ കയറി കാണുമെന്ന്. അവളെ നീ വഴി തടഞ്ഞു നിർത്തിയൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാവരോടും കൂടി പറയാ, എന്റെ അമ്മൂനെ കൊല്ലാക്കൊല ചെയ്യരുത്. എന്റെ കണ്ണടയെന്ന് പറയേ, ഞാൻ അവളെ ഒന്ന് കണ്ടോട്ടെ. ഈ വാസു പോവാ. എന്റെ മോള് പാവാ, അവളൊന്ന് ജീവിക്കാൻ അനുവദി. മോളെ, ഇനിയെങ്കിലും നിനക്കെല്ലാം തുറന്നു പറഞ്ഞുകൂടെ? എത്ര ജീവിതങ്ങളാ നിന്റെ നാവിൻ തുമ്പത്ത്. വേണ്ടമ്മേ, അവളുടെ അടുത്തൊന്നും ചോദിക്കണ്ട. സോപാന സംഗീതജ്ഞൻ കൃഷ്ണ പൊതുവാളിന്റെ മകന്റെ ജന്മനിയോഗം ഇതെല്ലാം. ഞാനിത് ഒറ്റയ്ക്ക് ചുമന്നോളാം, തനിയെ. എന്റെ ഭഗവതി. ഇവിടുന്ന് അപ്പൊ ഇവിടെയാണ് നാലുകെട്ട് റെസ്റ്റോറന്റ് അല്ലേ? അതെ സാർ. അപ്പൊ അവിടെ സാറേ, മാർക്ക് ചെയ്തിരിക്കുന്ന 600 മീറ്റർ അല്ലേ, അതാണ് നമ്മൾ ഹെർബൽ പ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കുളം ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ലൊരു നീന്തൽ കുളം ഉണ്ടാക്കാം. പിന്നെ ഇവിടെ ഈ മട്ടുപ്പാവിന്റെ മുകളിലല്ലേ സൺബാത്തിനുള്ള അറേഞ്ച്മെന്റ്സ്? അതെ സാർ. പിന്നെ ഈ ഭാഗത്ത് നല്ല കായൽ കാഴ്ചയാണ്. സൺസെറ്റ് ആസ്വദിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല അല്ലേ? ഉണ്ട് സാർ. അവിടെ എന്താ ഫ്രാൻസിസ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? സാറിനോടൊന്ന് ചോദിച്ചിട്ടാവുന്ന കരുതി. ഈ ഭാഗം കുറച്ച് പൊളിച്ചു പണിതാ നമുക്കൊരു മോഡേൺ ജിം ഫിക്സ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ചെറിയ മിനി ബാറും. ഫോറിനേഴ്സൊക്കെ അല്ലേ സാർ നമ്മുടെ കസ്റ്റമേഴ്സ്? തന്നോട് ആരാടോ പറഞ്ഞത് ഫ്രാൻസിസേ ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുന്നത് ജിമ്മിൽ പോകാനും മദ്യപിക്കാനും ആണെന്ന്? അതിനുള്ള സൗകര്യം അവർക്ക് അവിടെ ധാരാളമുണ്ട്. അവരിവിടെ വരുന്നത് മണ്ണും പ്രകൃതിയുമായി ഇടപഴകി ജീവിക്കാനാണ്. ഐ ആം സോറി സാർ. ഓക്കെ. പിന്നെ ഈ ഇല്ലത്തിന്റെ ഒരു ഭാഗം പൊളിക്കുന്ന കാര്യം, ഇതിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ ഇത് വെറും കല്ലും മണ്ണും അല്ല. കല്ലിലും മരത്തിലും തീർത്ത കവിതകളാണ്. നമ്മുടെ സംസ്കാരമാണ്. ഇതൊക്കെ കാത്തു സൂക്ഷിച്ചെങ്കിലേ അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടൂ. ക്ഷമിക്കണം സാർ, ഞാൻ ഈ ഡിസൈൻ മാറ്റി വരയ്ക്കാം. ചെയ്യണം. പൗരാണികമായതൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം പുതിയ വികസനം വരാൻ. ശരി സാർ. മതി മോളെ, മതി. അത് പോരാ, 2 ദോശ കൂടെ കഴിക്കാനുള്ള ആരോഗ്യം മതി മോളെ, വേണ്ടാഞ്ഞിട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാ മോള് ദേഷ്യപ്പെടുവോ? ഞാൻ ഇന്നലെ തെക്കയില് ദിനേശിനെ കണ്ടിരുന്നു. അച്ഛൻ തെക്കയിലെ ദിനേശിനെ കണ്ടതിന് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവനൊരു മകനില്ലേ, പ്രകാശൻ. അവന് ബോംബെയിൽ നല്ല ജോലിയാ. അവന് വേണ്ടി ദിനേശൻ നിന്നെ പെണ്ണ് ചോദിച്ചു. ഞാനെന്താ പറയാ? അച്ഛാ, നമ്മൾ ഈ കാര്യം പലവട്ടം സംസാരിച്ചതാണ്. അപ്പോഴെല്ലാം ഞാനൊരു മറുപടിയും പറഞ്ഞതാണ്. പ്രായപൂർത്തിയായ പെൺമക്കളുള്ള ഒരു അച്ഛൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിനക്ക് പിന്നെ ആരാ? എൻ്റെ പുന്നാരച്ഛനിപ്പോ ഒന്നും സംഭവിക്കില്ല. അതിനല്ലേ ഞാൻ എന്നും ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നത്. മോളെ, പിന്നെ ശ്രീകുട്ടനില്ല അച്ഛാ എനിക്ക്. അവന് ജോലി കിട്ടി, കല്യാണം കഴിച്ചാൽ പിന്നെ അവനായി അവൻ്റെ പാടായി. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടാവും. എൻ്റെ അച്ഛനെ പോയി ദോശ കഴിക്കും. തെക്കേതിലെ ദിനേശിനോട് പോയി പണി നോക്കാൻ പറ. അയ്യോ, അടുപ്പത്തിരിക്കുന്ന ദോശ കരിഞ്ഞു കാണും. ആരാ ലക്ഷ്മിയെ ചതിച്ചത്? നിനക്കെന്താ ഭ്രാന്താണോ? ലക്ഷ്മി നിന്റെ കിടക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഗിരിയാണ്. സത്യം അറിയാതെ ഏവനോ എന്തോ വിളിച്ചു കൂവി.
അതൊക്കെ നീയല്ല ഏറ്റുപാടി. ഇല്ലം സ്വന്തമാക്കാൻ നീയൊക്കെ കളിച്ച കളിയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവിതമാണ്. ഇല്ലം സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ശരിയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഉണ്ണിയെ കൊണ്ട് ലക്ഷ്മി വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചതും. അവളും നീയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് അറിഞ്ഞപ്പോ നിങ്ങളെ രണ്ടാളെയും പുറത്താക്കാൻ ഞാൻ ശ്രമിച്ചു. അതിനപ്പുറം ലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു പങ്കുമില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എത്ര നാളായി കുട്ടി പുറത്തേക്കൊന്നും ഇറങ്ങാതെ നീ ഇങ്ങനെ വീടിനുള്ളിൽ തന്നെ കഴിയണേ? ദേ, കാലം എത്രയായില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞു. നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി മറ്റുള്ളവരുമായിട്ടൊന്ന് സംസാരിക്കേ. അപ്പൊ മനസ്സിന്റെ ഭാരം കുറെയൊക്കെ അങ്ങ് ഒതുങ്ങും. അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോവുക. ദേ, അറിയാലോ, അച്ഛൻ തിരുമേനിയാ ഇവിടുത്തെ ശാന്തി. ഇങ്ങനെ ജീവിച്ച ആളാ എന്റെ അച്ഛൻ. ഞാൻ കാരണം? നീ കാരണമല്ല മോളെ, എല്ലാം വിധി. അതൊക്കെ അങ്ങനെ നടക്കൂ. മോള് അച്ഛനെ പോയി കാണണം. കാലത്തിന് മയക്കാൻ കഴിയാത്ത മുറിവൊന്നും ഇല്ല മോളെ. പോകാമേ, ഒരു ദിവസം ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവും. എങ്കിൽ പിന്നെ നാളെയാ നല്ല ദിവസം. നാളെ അമ്പലത്തിൽ തിരുവൽപ്പാട് വരുന്നുണ്ട്. എന്റെ ജീവിതം നീ തകർത്തത്. നീ അവന്റെ കൂടെ തന്നെ പുറത്തോ? അമ്മു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എത്രമാത്രം കാത്തിരുന്നു അറിയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനും ഇല്ല. കേൾക്കണം, നീ കേൾക്കണം. എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റത്തുള്ളൂ. മോനു, ദേ ഇതാ മാമനെ ഇന്നലെ പറഞ്ഞ 5 സ്റ്റാർ. പിടിച്ചേ. മോന്റെ അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയി. പോടാ, കള്ളത്തരം പറയാതെ. ലക്ഷ്മി അമ്പലത്തിലൊന്നും പോവില്ല. സത്യമായിട്ടും അമ്മ അമ്പലത്തിൽ പോയി. അമ്മേ, ഇവൻ എന്തായി പറയുന്നേ? ലക്ഷ്മി അമ്പലത്തിൽ പോയെന്നോ? അതെ മോനെ, എന്തോ ഇന്ന് നമുക്ക് അങ്ങനെ തോന്നി. കഴിഞ്ഞ 4-5 കൊല്ലമായി ഈ പടിക്ക് പുറത്തിറങ്ങാത്ത ലക്ഷ്മിയാ. എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ എന്നും കുന്തിമേ കാവിലമ്മയോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നത് ആ കുട്ടിക്ക് വേണ്ടിട്ടാ. എല്ലാം നന്നായി വന്നാ മതിയായിരുന്നു. ശരിയാവും അമ്മേ, എല്ലാം നന്നായി വരും. കുറെ കാലം കൂടി പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാവണം ആ കുട്ടിയുടെ മുഖത്ത് പ്രത്യേക ഭാവമായിരുന്നു. ഏതായാലും അവളിപ്പോ ഇവിടെ ഇല്ലായിരുന്നത് നന്നായി. ഞാൻ കഴിഞ്ഞ ദിവസം ഗിരിയെ കണ്ടിരുന്നു. അവൻ ഇപ്പോഴും ലക്ഷ്മിയെ ഇഷ്ടമാ. അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാ. പക്ഷേ മോനെ, അത് അവനെല്ലാം അറിയാലോ അമ്മേ. മനസ്സുകൊണ്ട് ലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. അവൾ ഏതോ ചതിയിൽപ്പെട്ടതാ. അത് പൊറുക്കാൻ ഗിരി തയ്യാറുവാ. ഗുരുവായൂരപ്പ, നീയേ തുണ. പിന്നെ ഗിരി പറഞ്ഞ ഞാൻ അറിഞ്ഞത്, തിരുമേനിക്കും കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് തിരുമേനി കുറെ കരഞ്ഞു അത്രേ. തിരുമേനി ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. ഈശ്വരന്മാരെ, നിങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു. രാഹുവിന്റെ ദൃഷ്ടിയാണല്ലോ തിരുമേനി ലഗ്നത്തിൽ തെളിഞ്ഞു കാണുന്നത്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ഇക്കാലയളവിൽ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സർപ്പദൈവങ്ങൾ കോപിച്ചിരിക്കുന്നു. അതാണ് ഇതിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരെ മാത്രമല്ല, ഈ നാട്ടുകാരെ മുഴുവൻ ഇത് ബാധിക്കും. സോറി യദുട്ടാ. ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. ഞാൻ ഒരുപാട് യദുവേട്ടനെ കുറ്റപ്പെടുത്തി. സാരമില്ല, എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും നീ സത്യം മനസ്സിലാക്കുമെന്ന്. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എല്ലാവരെയും. എന്നോട് പൊറുക്കണോ അമ്മേ?
അതിനാരാ കുട്ടി നിന്നോട് പിണങ്ങിയത്? ഈശ്വര, ഇതൊന്നും കാണാൻ എന്റെ കൃഷ്ണേട്ടൻ ഇല്ലാണ്ടായി പോയല്ലോ. ലക്ഷ്മി ചേച്ചി എവിടെ? എനിക്ക് ചേച്ചിയെ കാണണം. അമ്പലത്തിൽ പോയി മോളെ. ഇന്ന് നല്ലൊരു ദിവസമല്ലേ, സർപ്പക്കാവില് പ്രശ്നവിധി നടക്കുകയല്ലേ. അമ്പലത്തിൽ പെട്ടെന്ന് പോയില്ലെങ്കിൽ ഒരു കാര്യം പറയണ്ട. വാ മോനെ. സർപ്പങ്ങളെയൊക്കെ ആവാഹിച്ച് 4 സർപ്പത്തറകളിലായിട്ട് പ്രതിഷ്ഠിക്കണം. എന്നിട്ട് വർഷാവർഷങ്ങൾ 100 പാലും സർപ്പബലിയും നടത്തി പൂജാതി കർമ്മങ്ങളും നടത്തേണ്ടതാണ്. ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ടതാ. എന്തുകൊണ്ടാ ഇത്രയും കാലം നടത്താതിരുന്നെന്ന് മനസ്സിലാകുന്നില്ല. മുമ്പ് പ്രശ്നം വെച്ചവരാരും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിടിച്ച് കെട്ടവളെ, തൊട്ടുപോയിരുന്നവളെ. ഇവൻ ദുഷ്ടനാണിവൻ. ഇവനെ ലക്ഷ്മി ചേച്ചിയുടെ ജീവിതം തകർത്തത്. അസംബന്ധം പറയാണ്ടിരിക്കുക. തിരുമേനി ഓർക്കുന്നുണ്ടോ അന്ന് ഇല്ലത്ത് ഹോമം നടന്ന ദിവസം? എവിടെ തൃക്കാവൂർ? എല്ലാവരും പറഞ്ഞതുപോലെ പൂജാമുറിക്കൽ നാമോച്ചാരണത്തിലാ. വിളിക്കട്ടെ തിരുമേനി? ഏയ് വേണ്ട, നാമജപം തുടരട്ടെ. അപ്പോ
ഇതിലെഴുതിയിരിക്കുന്ന പോലെ ശംഖാഭിഷേകവും മറ്റു വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് നടത്തുക. നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ തിരുമേനി. ആരാ ഉള്ളേ? വരിക. ശ്രീലക്ഷ്മി. അതെ, ഞാൻ ശ്രീലക്ഷ്മി തന്നെ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. പിഴച്ചവളെന്ന പേര് ഇനിയും അച്ഛന്റെ നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. പക്ഷേ എന്റെ വേദന എനിക്കിനിയും കൊണ്ട് നടക്കാൻ പറ്റില്ല. നടന്നതെല്ലാം ഞാൻ പറയും, എല്ലാവരോടും ഞാൻ പറയും. ശ്രീലക്ഷ്മി, ഞാൻ ശബ്ദിക്കരുത്. നിങ്ങളെ ഈശ്വര തുല്യനായിട്ടാ എന്റെ അച്ഛൻ കണ്ടതും വിശ്വസിച്ചതും. ഒന്നും അറിയാത്ത പാവ അച്ഛൻ പടിയിറക്കുമ്പോഴും ആ മനുഷ്യന്റെ കണ്ണീരിനും അപമാനത്തിനും കാരണക്കാരിയായപ്പോഴും നിങ്ങളുടെ പേര് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. പക്ഷേ ഇനി അത് മൂടി വെക്കാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് പറഞ്ഞേ പറ്റൂ. അത് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. സംഭവിച്ചത് സംഭവിച്ചു. നമ്മുടെ കുഞ്ഞ് കൃഷ്ണപുതുവാളിന്റെ മോന്റെ തന്നെയാണെന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞതല്ലേ. ഇനി നീയായിട്ട് തിരുത്താൻ നിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന്? ഇല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പൂമല്ലിയൂർ കോലത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് അറിയോ നിനക്ക്? തൃക്കാവൂരിലെ ഓരോ ജീവാത്മാക്കളെയും വിളിച്ചു വരുത്തി ദഹിപ്പിച്ച ഞാൻ. നാളത്തെ സൂര്യോദയം അതിനുവേണ്ടി മാറ്റിവെക്കണം. പറയണേ, ഒന്നുകളയും ഞാൻ. നിന്നെയല്ല, നിന്റെ തന്തേ തള്ളേ. ഞാനൊന്ന് വിരലി ഒടിച്ച് എന്റെ മുമ്പിൽ വന്ന് മുട്ട കുത്തി നിൽക്കണി നിന്റെ തന്ത തൃക്കാവൂര്. ഒന്നുകളയും, ബാക്കി വെച്ചേക്കത്തില്ലേ? മനസ്സിലായ?